നമ്മുടെ ഭാരതീയർക്ക് പറ്റിയ ഒരു വീഴ്ച, ജീവിത വീഴ്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ് അന്ധവിശ്വാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിതസ്ഥിതികൾ അനുകൂലമായി വന്നാൽ സ്നേഹിക്കുന്നൊരു കുടുംബം, ജീവിക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാട്, ആരോഗ്യമുള്ളൊരു ശരീരം, അത്യാവശ്യം സഹായിക്കാൻ ആളുകൾ, ഇങ്ങനെ എല്ലാം കൊണ്ടും കാര്യങ്ങൾ അനുകൂലമായി വന്നാൽ ഇതാണ് ഈശ്വരാനുഗ്രഹം, ദൈവാനുഗ്രഹം എന്ന് പലരും അങ്ങോട്ട് കരുതിയിരിക്കുന്നു. ഭൂരിപക്ഷം ആളുകൾ ആണോ അല്ലയോ? എല്ലാം അനുകൂലമായി വരുമ്പോൾ അവരതാണ് കരുതിയിരിക്കുന്നത്. അവർ ക്ഷേത്രത്തിൽ പോകുന്നതും വാസ്തവം പറഞ്ഞാൽ ഇതൊക്കെ എന്നും അതുപോലെ തന്നെ നിലനിൽക്കണം, അത് നിലനിർത്താൻ സഹായിക്കണം ദൈവം. രണ്ട് കാര്യങ്ങളാണ് ഭൂരിപക്ഷം ആളുകളും അമ്പലത്തിൽ പോകുന്നതിൻ്റെ ഉദ്ദേശത്തിൽ കാണുന്നത്. ഒന്ന്, അനുകൂലമായതൊക്കെ എന്നും നിലനിൽക്കണം, പ്രതികൂലമായതൊന്നും സംഭവിക്കരുത്, അതൊക്കെ ദൈവം തട്ടിമാറ്റണം. ആണോ അല്ലയോ? ദൈവത്തിന് രണ്ട് ജോലിയാണ് അവർ കൊടുക്കുന്നത്. ഒന്ന് സിവിൽ സപ്ലൈ ജോലി, രണ്ട് സെക്യൂരിറ്റി ഓഫീസറുടെ ജോലി. ഹരിതാർത്ഥതൊന്നും സംഭവിക്കരുത്, അതൊക്കെ തടുക്കണം, സെക്യൂരിറ്റി ഓഫീസറാണ്. വേണ്ടതൊക്കെ സപ്ലൈ ചെയ്യണം, അത് സിവിൽ സപ്ലൈ ജോലിയാണ്. അപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന ഒരു സപ്ലയറും ആയിരിക്കണം, ചോദിച്ചൊക്കെ കൊടുക്കുന്ന ആളും ആവണം. രണ്ടാമത്തത്, ഏത് അപകടത്തെയും തടുക്കുന്നവനുമായിരിക്കണം. ആണോ അല്ലയോ? ഭൂരിപക്ഷം ആളുകളുടെയും ഭക്തി ഇതാണ്. പക്ഷെ അവരറിയുന്നില്ല ഇതല്ല ഭക്തി എന്നുള്ളത്. ഈ ഭക്തി എന്നുള്ള ശബ്ദത്തിന് തന്നെ നമ്മൾ അർത്ഥം കൊടുക്കുന്നത് പ്രാർത്ഥന, വിശ്വാസം എന്നൊക്കെയാണ്. ഭക്തി എന്നുള്ളതിന് അതല്ല അർത്ഥം. ഭക്തി എന്നുള്ളതിന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അറിയുക, അർപ്പിക്കുക, അനുഭവിക്കുക. ആ അർത്ഥത്തിൽ എടുക്കണം നിങ്ങൾ. ഇവിടെയാണ് ഭാഗവതം കേൾക്കുന്നതിൻ്റെ ഒരു പ്രസക്തി. ജീവിതം അനുകൂലമോ പ്രതികൂലമോ എന്നതല്ല മുഖ്യം. അനുകൂലവും പ്രതികൂലവും എന്നതിലുപരി ജീവിതം എന്ന് പറയുന്നത് മനസ്സാണെന്നുള്ളൊരു തിരിച്ചറിവ്. വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ, അതാണ് ഈ ഭാഗവത സപ്താഹത്തിനൊക്കെ പോയാൽ നമുക്ക് കിട്ടുന്നൊരു അറിവ്. നമ്മൾ പലതിലേക്കും നിരീക്ഷിക്കുമ്പോൾ നമ്മൾ നമ്മളെ നിരീക്ഷിക്കാൻ വിട്ടുപോകുന്നു. കാരണം നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ നിരീക്ഷിക്കാനല്ല പഠിപ്പിക്കുന്നത്. പുറമേയുള്ള കാര്യങ്ങളെ നിരീക്ഷിക്കാനാണ് വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്. എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നത് പുറത്തേക്ക് നോക്കാൻ. കഠോപനിഷത്ത് എന്നൊരു ഉപനിഷത്തിൽ പറയും, പരാഞ്ചികാനീ വിതണ സ്വയംഭൂ പരാങ് പശ്യതീന അന്തരാത്മൻ. പരാഞ്ചികാനി, ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്കാണ് നോക്കുന്നത്. മറ്റൊരാളുടെ ഡിഫക്റ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കണം. നല്ലവരാണോ ചീത്തവരാണോ, അല്ലേ, കുഴപ്പക്കാരാണോ, ആ മനുഷ്യൻ നല്ലവനാണ്, ഈ മനുഷ്യൻ നല്ലവനല്ല, അവള് നല്ലവളാണ്, ഇവള് നല്ലവളല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മൾ എപ്പോഴും നോക്കുന്നത് പുറമേക്കാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന് പറ്റിയ ഒരു വീഴ്ച, നമ്മുടെ വിദ്യാഭ്യാസം ചെയ്ത ഒരു വീഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മനിരീക്ഷണം വിട്ട് ബാഹ്യനിരീക്ഷണത്തിലേക്ക് കൊണ്ടുപോയി. നമ്മുടെ ഋഷിമാര് നമ്മളോട് പറയുക, ബഹിർദൃഷ്ടിയുടെ കൂടെ അന്തർദൃഷ്ടി കൂടെ വേണം. അന്തർദൃഷ്ടി എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്, നാം നമ്മളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പലരും എന്ത് അർത്ഥത്തിൽ എടുക്കുന്നത് എനിക്ക് അറിയുന്നില്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന വാക്ക്. നമ്മളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബോധത്തോടെ തിരിച്ചറിയുക എന്നാണ്. ബോധമുള്ളവരായിത്തീരുക. എന്താണ് ഇവിടെ ബോധമുള്ളവരായിത്തീരേണ്ടത്? നിരീക്ഷിക്കുന്ന ഞാൻ ആര്, നിരീക്ഷിക്കപ്പെടുന്ന ശരീരം അത് എന്ത്. നമ്മളെ നിരീക്ഷിക്കുമ്പോഴാണ്, നമ്മളെ ശ്രദ്ധിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ രണ്ട് ഘടകങ്ങളുണ്ട്. ഈ വാക്ക് തന്നെ നോക്കൂ നിങ്ങൾ. നിരീക്ഷണം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഏതായി രണ്ട് കാര്യങ്ങൾ?
പറയൂ ഒന്ന്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പറയൂ. രണ്ട് കാര്യങ്ങളുണ്ട് നിരീക്ഷിക്കുമ്പോൾ. ഇത് ബേസാണ്, നിങ്ങൾ വിട്ടുപോകരുത്. നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് കാര്യങ്ങളായി. ഒന്ന്, നിരീക്ഷിക്കുന്നവനും പറയൂ, നിരീക്ഷിക്കപ്പെടുന്നൊരു വസ്തു എന്താവട്ടെ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്നവനും. ഇതിനെയാണ് വിവേകം എന്ന് പറയുക, വേർതിരിക്കുക. നമ്മളെ ഇത്രയും കാലം വേർതിരിച്ച് പഠിക്കാൻ ആരും പഠിപ്പിച്ചിട്ടില്ല. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നിങ്ങളൊരു പെണ്ണാണ്, നിങ്ങളൊരു ആണാണ് എന്ന് പറയുമ്പോൾ, ആണും പെണ്ണും എന്നത്, ഞാൻ ആണാണ് ഒരാൾ പെണ്ണാണ് എന്ന് പറയുമ്പോൾ ആണും പെണ്ണും എന്നത് പറയൂ ശരീരമാണ്. പക്ഷേ ഈ ആണും പെണ്ണും എന്ന് ഞാനൊരു ആണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് കാരണം എനിക്ക് എന്നെക്കുറിച്ച് ചിന്തിക്കാൻ, അല്ലെങ്കിൽ ഈ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാനൊരു പറയൂ മനസ്സുള്ളത് കൊണ്ടാണ്. അപ്പം ഈ മനസ്സെന്നത് ആണും പെണ്ണുമാണോ? മനസ്സെന്നത് ആണും പെണ്ണുമാണോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണും പെണ്ണുമെന്ന് പറയുന്നില്ലല്ലോ ആരും. അപ്പോൾ ആണും പെണ്ണും എന്ന് പറയാൻ ഒരു മരണശേഷം ഞാനൊരാണാണെന്നും അല്ലെങ്കിൽ വേറൊരാളൊരു പെണ്ണാണെന്നും പറയാൻ ഇനി ആ ശരീരത്തിലൊരു, അപ്പം നമ്മളെ ആണെന്നും പെണ്ണെന്നും പറയിപ്പിക്കുന്നതാ മനസ്സാണ്. ആ മനസ്സാണെങ്കിൽ ആണുമല്ല പെണ്ണുമല്ല. അപ്പം നോക്കൂ, നിങ്ങൾ കാര്യത്തോടടുക്കും തോറും നമുക്ക് മനസ്സിലാവുന്നുണ്ട് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് നിരീക്ഷിക്കുന്നൊരു മനസ്സും, രണ്ട് നിരീക്ഷിക്കപ്പെടുന്നൊരു ശരീരവും. അപ്പം നമ്മളെ നിരീക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിലെ ചില സത്യങ്ങൾ വെളിപ്പെടും. ഒന്നാമത്തൊരു സത്യം, ഇത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ നിങ്ങളെ പിന്തുടരുന്നത്, ഇത്രയും കാലം നിങ്ങൾ കരുതിയത് നിങ്ങളെ പിന്തുടരുന്നത് നിങ്ങളുടെ ശരീരമാണ്. നിങ്ങളുടെ പിന്നാലെ എപ്പോഴും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും കൂടെ വരുന്നത്, ജനനം മുതൽ മരണം വരെ നിങ്ങളുടെ കൂടെ പിന്തുടരുന്നത് നിങ്ങളുടെ ശരീരമാണോ? നിരീക്ഷിക്കപ്പെടുന്ന ശരീരമാണോ? നിരീക്ഷകനായ മനസ്സാണോ? പറയൂ. മനസ്സാണ്. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പോലെയല്ലേ ജീവിതം. ട്രെയിൻ നമ്മുടെ കൂടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനിൻ്റെ കൂടെ പോകുന്നുണ്ട്. പുറമേയുള്ള കാഴ്ചകളൊക്കെ നമ്മളിൽ നിന്നും പറയൂ അകന്ന് പോകും. ഈ ഒരു സത്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഓരോ ദിവസവും കഴിയും തോറും നിങ്ങളുടെ ശരീരം നിങ്ങളിൽ നിന്നും, ബാല്യം, കൗമാരം, യൗവനം എന്നതൊക്കെ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നു. പക്ഷേ ആര് കൂടെ വരുന്നു? മനസ്സ് വരുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ നിത്യത, ഇറ്റേണിറ്റി എന്നത് മനസ്സിന് മാത്രമേ ഉള്ളൂ. നിത്യത എന്ന് പറയുന്നത് മനസ്സിനേ ഉള്ളൂ. ഇപ്പൊ സ്വാമി ശരീരത്തിന് മാറ്റങ്ങളാണ്, മാറ്റത്തിൻ്റെ നിത്യതയുണ്ട്. ഇന്നത്തെ പ്രായം നാളെ എൻ്റെ കൂടെ ഇല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ മനസ്സെന്ന് പറയുന്നത് അന്നും ഉണ്ട്, ഇന്നുമുണ്ട്, എന്നുമുണ്ട്. ഉണ്ടോ? ഇനി വേറൊരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ശരീരത്തിൻ്റെ മാറ്റം എന്നത് കാലത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. കാലചക്രമാണത് നിയന്ത്രിക്കുന്നത്. അതായത് എനിക്കോ നിങ്ങൾക്കോ അതിൻ്റെ മാറ്റത്തിൽ യാതൊരു സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടില്ല. എന്നാൽ മനസ്സിൻ്റെ മാറ്റം എന്നത് പരിപൂർണമായി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലാണ്, നിയന്ത്രണത്തിലാണ്. ഞാൻ നന്നാവാൻ വിചാരിച്ചാൽ മാത്രമേ എന്നെ മാറ്റിയെടുക്കാൻ എനിക്ക് സാധിക്കൂ.
ഒരു കള്ളുകുടിയനെ എത്ര ഉപദേശിച്ചിട്ടും സ്വയം മാറാത്തിടത്തോളം കാലം അയാൾക്ക് എങ്ങനെ മാറാൻ പറ്റും? അതുകൊണ്ടല്ലേ നമ്മുടെ വീട്ടിൽ ഈ ഭാഷ പറയുന്നത്. നമ്മളൊക്കെ പറയുന്നൊരു ഭാഷയല്ലേ, മുതിർന്നവർ പറയുന്നൊരു ഭാഷയല്ലേ, അവനവന് തോന്നണം അവനവന് നന്നാവാൻ ആണോ, അവനവൻ്റെ കൈ മാത്രമേ അവനവൻ്റെ തലയ്ക്ക് വെക്കാൻ കിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവനവന് മാത്രമേ അവനവനെ നന്നാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണെങ്കിൽ ഒരു വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ജീവിതത്തിൽ ഈ 3 അത്ഭുതങ്ങളുണ്ടല്ലോ നിങ്ങളുടെ മനസ്സിൽ നിന്നും തെളിഞ്ഞിരിക്കണം. ഒന്ന്, നിത്യമായി എന്തുണ്ട് കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സുണ്ട് കൂടെ. രണ്ടാമത്തത്, ആ മനസ്സിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവുമുണ്ട്. മൂന്നാമത്തത്, ആ മനസ്സ് മറ്റൊരു മനസ്സ് പോലെ അല്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ നമ്മുടെ മനസ്സിനെ മറ്റൊരാളുടെ മനസ്സിലേക്ക് നോക്കി നമ്മുടെ മനസ്സിനെ നമ്മൾ താരതമ്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കണ്ട. നോക്കൂ, ഇന്ന് പലരും കോംപ്ലക്സുകളിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അവർ സ്വന്തം മനസ്സിനെ മറ്റുള്ളവരിലേക്ക് നോക്കി അവർക്ക് കഴിവുണ്ട്, അവർക്ക് പണമുണ്ട്, അവർക്ക് അതുണ്ട്, സൗന്ദര്യമുണ്ട്, അവർക്ക് ഇതുണ്ട്, എനിക്കതൊന്നുമില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവൻ. സ്വന്തം മനസ്സിനെ അവഗണിച്ച് ജീവിക്കുക ആണോ അല്ലയോ? അതുകൊണ്ട് ഈ ഒരു സത്യമുണ്ടല്ലോ, നിങ്ങൾ മറക്കരുത്. നിത്യത, വൈവിധ്യത, സ്വാതന്ത്ര്യം, സ്വതന്ത്രത മനസ്സിനേ ഉള്ളൂ. നിങ്ങൾ സ്വയം ഇരുന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ വലിയ പാണ്ഡിത്യമൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ ഇരുന്ന് ചിന്തിച്ചു നോക്കൂ. എപ്പോഴും നിങ്ങളെ പിന്തുടരുന്നത് ഒരു മനസ്സാണ്. ആരല്ല? ശരീരമല്ല. പക്ഷേ നമ്മൾ നോക്കൂ, പലപ്പോഴും ജീവിക്കുന്നത് ആരെ പിന്തുടരുന്നു എന്നുള്ള രീതിയിലാണ്. ശരീരം പിന്തുടരും. അങ്ങനെ നമ്മൾ നിരീക്ഷിക്കാൻ പഠിക്കണം സ്വന്തം ശരീരത്തെ. ഈ ശരീരം നിരീക്ഷകനായ മനസ്സും നിരീക്ഷിക്കപ്പെടുന്നൊരു ശരീരം. ഞാനെന്ന് പറയുന്നത് ഒറ്റ വ്യക്തിത്വമല്ല. ഞാനെന്ന് പറയുന്നത് മനസ്സും ശരീരവും, എന്തായിരുന്നു വാക്ക് ഞാൻ ഉപയോഗിച്ചത്, കൂടിച്ചേർന്ന ഒരു വ്യക്തിത്വമാണ്. ശരീരവും മനസ്സും ശരീരവും കൂടിച്ചേർന്നതാണ്. ഈ ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ച് ഈ മനസ്സിൻ്റെ ദൗർബല്യങ്ങളെയും മനസ്സിൻ്റെ ശക്തിയെയും കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാവുക. എന്താ മനസ്സിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത്? മനസ്സിൻ്റെ ദൗർബല്യം എന്ന് പറയുന്നത് ഗുണങ്ങളാണ്. എന്താണ്? ഗുണങ്ങളാണ്. ഭഗവത്ഗീതയിൽ 14-ാം അധ്യായത്തിൽ ഭഗവാൻ 15-ാം ശ്ലോകത്തിൽ പറയും, സത്വം രജസ്തമ ഇതി. 14-ാം അധ്യായത്തിൽ അവിടെ ഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയും, സത്വം രജസ്തമ ഇതി പ്രകൃതേർ ഗുണ. 3 ഗുണങ്ങളുണ്ട്. ഏതാണ് ശ്ലോകം? 14-ാമത്തെ അധ്യായത്തിൽ സത്വം രജസ്തമ ഇതി 9-ാമത്തെ ശ്ലോകം. സോറി, 9 അല്ലല്ലോ, 5-ാമത്തെ ശ്ലോകം. 15 അല്ല, 5. സത്വം രജസ്തമ ഇതി ചൊല്ലു. പ്രകൃതി സംഭവ ഗുണാ പ്രകൃതി സംഭവ നിബന്ധന്തി മഹാബാഹോ. നോക്കൂ, നിങ്ങൾ ഭഗവാൻ പറയുന്നത് സത്വം രജസ്തമയിതി. ഈ വാക്കുകളൊക്കെ നിങ്ങൾ മോഡേൺ രീതിയിൽ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സത്വഗുണം എന്ന് പറയുന്നത് ആകർഷണം എന്നാണ് അർത്ഥം. രജോ ഗുണം എന്നാൽ ആസക്തി എന്നാണ് അർത്ഥം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നർത്ഥം. ഇതാണ് മനസ്സിൻ്റെ പ്രത്യേകത. അപ്പം അത് ആകർഷിക്കപ്പെടും, അത് ആസക്തമായി ഒട്ടിപ്പിടിക്കും, അത് എൻ്റേതെന്ന് അത് അഭിമാനിക്കും. ഇങ്ങനെ നമ്മുടെ മനസ്സിൽ 3 ദൗർബല്യങ്ങളുണ്ട്. ഈ ദൗർബല്യങ്ങളെ നിങ്ങൾക്ക് മാറ്റാം. നിങ്ങളത് മാറ്റിയിട്ടില്ലെങ്കിൽ ഈ ദൗർബല്യങ്ങളായിരിക്കും നാളെ നിങ്ങളെ മാനസികമായി തളർത്തുന്നത്. പലരും അറിയുന്നില്ല അത്. ദിസ് ഇസ് നാച്ചുറൽ. കാരണം പ്രകൃതി എന്ന് പറയുന്ന അട്രാക്ഷനാണ്. ഇറ്റ് ഇസ് ഓൾവേസ് ബൈൻഡ് ബൈ ദ ലോ ഓഫ് അട്രാക്ഷൻ. യു കാൻ ഡു എനിത്തിങ്.
അത് നോക്കൂ നമ്മുടെ അനുഭവത്തിൽ. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്കറിയാം. 2 ദിവസം നിങ്ങൾ ഒരു സീരിയൽ കണ്ടാൽ അതിനോട് ആകർഷണം വരുന്നു, അതിനോട് ആസക്തി വരുന്നു. 3-ാമത്തെ ദിവസം നിങ്ങൾക്ക് ആ ഒരു സീരിയലിനോടൊരു അഭിമാനം വരും. എന്താ അഭിമാനം എന്നറിയോ? ആ സമയം നിങ്ങളുടേതായിരിക്കും. ആ സമയം റിമോട്ടിൻ്റെ ഉടമസ്ഥാവകാശം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ, ചങ്ങനാശ്ശേരി ചെന്നപ്പോൾ, ഒരു കുട്ടി എന്നോട് ചോദിക്കുകയാണ്, സ്വാമിജി, ഈ മുത്തശ്ശിയെ TV-യുടെ മുന്നിൽ നിന്ന് മാറ്റാൻ വല്ല മന്ത്രമുണ്ടോ? കാരണം ഇത് മാറണ്ടേ. കുങ്കുമപ്പൂ കഴിഞ്ഞാൽ പിന്നെ അമ്മക്കിളി, ചത്തക്കിളി, മറ്റേ ചോട്ടക്കിളി, എന്തൊക്കെ പറഞ്ഞു കുട്ടി, പാരിജാതോ എന്തൊക്കെയോ പറഞ്ഞോ, എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരൊറ്റ മന്ത്രിയുള്ളൂ കുട്ടാ. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഒരു മന്ത്രിയുള്ളൂ. ചോദിച്ചു എന്താണ്? അവൻ പുസ്തകമൊക്കെ എടുത്തുകൊണ്ടോ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ അവന് കാർട്ടൂൺ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഒരൊറ്റ മന്ത്രിയുള്ളൂ. മന്ത്രം എന്താന്ന് വെച്ചാൽ റിമോട്ട് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളത്. കാരണം അതുണ്ടെങ്കിലല്ലേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പൊ പറയാണ്, രാവിലെ എണീറ്റാൽ അത് അരയിൽ തിരികെ നടക്കത്ര ഈ സാധനം. ഈ തരത്തിലുള്ള മുത്തശ്ശിമാരാണല്ലോ. മനസ്സിലാക്കൂ നിങ്ങൾ. 2 ദിവസം നിങ്ങൾ കണ്ടാൽ 3-ാമത്തെ ദിവസം നിങ്ങൾക്കതിനോടൊരു ആസക്തി. എന്നാൽ ഇതൊക്കെ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പലരും തെറ്റിദ്ധരിക്കുന്നത്. ഇതൊന്നും കാണാതിരിക്കുന്നതല്ല ആത്മീയത. നിങ്ങൾ കാണാതിരുന്നിട്ടും കാര്യമില്ല. നിങ്ങൾ കുങ്കുമപ്പൂ കാണാതെ, ഞാൻ കുങ്കുമപ്പൂ ഒന്നും കാണാറില്ല, ഞാൻ കണ്ണടച്ച് നാരായണ, എവിടെ നാരായണ ചൊല്ലുമ്പോഴും മനസ്സ് അവിടെയാണ്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് അവിടുത്തെ അങ്കിള് പറയാ, ഹാവു എനിക്ക് സമാധാനമായി സ്വാമി. എന്ന് ചോദിച്ചു, എന്തു പറ്റി അങ്കിളെ? പറഞ്ഞു, കുട്ടിയുടെ അച്ഛനെ പിടികിട്ടിയെന്ന്. ഏത് കുട്ടി, ഏതച്ഛൻ? എനിക്ക് ഒരു പിടുത്തവും കിട്ടണില്ല. ഞാൻ പറഞ്ഞു, ഏത് കുട്ടി? പറഞ്ഞു, കുങ്കുമപ്പൂവില്ലേ? ഓ അതിലേണോ? അതും എനിക്കതെപ്പോഴും മനസ്സിലായില്ല. ഇപ്പോഴും എനിക്കറിയില്ല ഏത് കുട്ടി എന്താണെന്നത്. ഭാര്യ കുറെ ചീത്ത പറഞ്ഞാൽ സ്വാമിയോടൊക്കെ ഇത് പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇയാൾക്ക് ടെൻഷനായിരുന്നു അത്രയും ദിവസം. ആരാ കുട്ടിയുടെ അച്ഛൻ, ആരാ കുട്ടിയുടെ അച്ഛൻ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിക്കൂ നിങ്ങളെ, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് അത് നിങ്ങൾ കാണില്ല എന്ന് വിചാരിച്ചാലും അതിലേക്കുള്ള ആകർഷണം എവിടെ കിടക്കും? മനസ്സിൽ കിടക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നാമം ചൊല്ലുമ്പോൾ ഏകാഗ്രത കിട്ടാത്തത്. പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒന്ന് വേറെ ഉണ്ടെങ്കിൽ അതിലേക്ക് മനസ്സ് പോയിക്കൊണ്ടിരിക്കും. ഉണ്ടോ ഇല്ലയോ? സീരിയൽ, എന്താ പറയുക, കാർട്ടൂൺ കാണുന്ന കുട്ടിയെ പിടിച്ചിട്ട് നിങ്ങൾ പുസ്തകം വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ TV ഓഫ് ചെയ്താലും അവൻ പുസ്തകത്തിലേക്ക് നോക്കും, പക്ഷെ മനസ്സിൽ മുഴുവൻ കാർട്ടൂൺ ചിന്തകളായിരിക്കും. ഇതാണ് നമ്മുടെ മനസ്സിൻ്റെ 3 പ്രത്യേകതകൾ. അതിന് ആകർഷണമുണ്ട്, പറയൂ, അതിന് ആസക്തിയുണ്ട്, അത് അഭിമാനമുണ്ട്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം. അപ്പം 2 ദിവസമായിട്ടേ ഉള്ളൂ ഭാഗവതം സപ്താഹം. നിങ്ങൾ 2 ദിവസം ഒരേ സീറ്റിലിരുന്നാൽ 3-ാമത്തെ ദിവസം ആ സീറ്റ് വേറൊരാൾ ഇരുന്നാൽ നിങ്ങൾ പല്ല് കടിക്കും. കാരണം ആ സീറ്റ് നിങ്ങളുടേതായി കഴിഞ്ഞു. ഇത് മൈതാനമാണെന്നും പൊതുസ്ഥലമാണെന്നും ഇത് 7 ദിവസം കഴിഞ്ഞാൽ പഴയതുപോലെ ഇതൊരു മൈതാനമാകുന്നും അതൊന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. ഇന്നലെ ഞാൻ അവിടെ ഇരുന്നത്, മിനിയാന്നും അവിടെ ഇരുന്നത്, ഇന്നെങ്ങനെയാ വേറൊരുത്തും വന്ന് അവിടെ ഇരിക്കുക? ഈ ചിന്തനം നമ്മുടെ മനസ്സിൽ വരുമോ വരില്ലേ? അതാണ് മനസ്സിൻ്റെ പ്രത്യേകത. അതിനെ മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അപ്പൊ പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം? പുറത്ത് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെയൊക്കെയാണ് മനസ്സ് ഒഴുകുന്നത്, എവിടെയൊക്കെയാണ് മനസ്സ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. 3 സ്ഥലത്ത്. ഏതിലൊക്കെ നമ്മളെ ബന്ധിപ്പിക്കും? അതായത് മനസ്സിന് ഏതിനോടൊക്കെ ആകർഷണമുണ്ട്, ഏതിനോടൊക്കെ ആസക്തിയുണ്ട്, ഏതിലൊക്കെ ദുരഭിമാനമുണ്ട്. ഇതിനെയാണ് ഋഷീശ്വരന്മാർ, ഇതൊക്കെ ഓർത്ത് വെക്കണേ, താപത്രയം എന്ന് പറയുന്നത്. എന്താണ് താപത്രയം? ത്രയം എന്ന് പറഞ്ഞാൽ 3. ഇതിനെ ടെക്നിക്കൽ
ഭാഷയിൽ, അതായത് വേദാന്ത ഭാഷയിൽ പറയാം, ആദി ഭൗതിക, ആദി ദൈവിക, ആധ്യാത്മിക താപം എന്നാണ്. നിങ്ങൾ ഭാഗവതത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, മഹാത്മ്യത്തിൻ്റെ മുന്നിൽ വരുന്ന ശ്ലോകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തുടങ്ങുന്നത് തന്നെ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. താപത്രയങ്ങളെ വിനാശം ചെയ്യുക. അപ്പം നമ്മുടെ ലക്ഷ്യം അതായിരിക്കും, ഈ താപത്രയത്തിൽ നിന്ന് പുറത്ത് കിടക്കുക. ഇത് തന്നെയാണ് ഭാഗവതം മൂലം തുടങ്ങുമ്പോൾ വ്യാസഭഗവാൻ ആരംഭിക്കുന്നത് ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം. പറയൂ, താപത്രയോന്മൂലനം. വീണ്ടും ആവർത്തിക്കുന്നു ആ വാക്ക്, താപത്രയം. താപം എന്ന് പറഞ്ഞാൽ ദുഃഖം, ത്രയം മൂന്ന് കാര്യങ്ങൾക്ക് നിങ്ങളെ ദുഃഖിപ്പിക്കാൻ സാധിക്കും. ഏതിനൊക്കെ സാധിക്കും? ഒന്നാമത്തത് ആധ്യാത്മികം എന്ന് ഇവിടെ പറയുമ്പോൾ നമ്മുടെ ഈ ഭാഷകൾക്കൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ലാംഗ്വേജ് സാൻസ്ക്രിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കോണ്ടെസ്റ്റ് വരുമ്പോൾ അതിൻ്റെ അർത്ഥം മാറ്റണം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരേ അർത്ഥം വെച്ചിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ അട്ടർ അബദ്ധങ്ങളിലേക്ക് പോകും. ഉദാഹരണത്തിനൊരു ഭാഷ, ആത്മാ എന്നുള്ളൊരു വാക്ക്, ആത്മാ. കൃഷ്ണൻ പറയുന്നു അഹം ആത്മാ, ഞാൻ ആത്മാവാണ്. സർവഭൂതാശയസ്ഥിത, എല്ലാവരിലും. അതേ അർത്ഥം വെച്ചിട്ട് നിങ്ങൾ ഉദ്ധരേത് ആത്മനാ ആത്മാനം എടുത്താൽ അങ്ങേയറ്റം തെറ്റുപറ്റും. കാരണം കൃഷ്ണൻ പറയുന്ന ആത്മാ എന്ന അർത്ഥമല്ല ഉദ്ധരേത് ആത്മനാ ആത്മാനം. അവിടെ പറയുമ്പോൾ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഒരിടത്ത് പരമാത്മാവാണ് ആത്മാ എന്നുള്ള ശബ്ദത്തിന്, വേറൊരിടത്ത് ജീവാത്മാവായ മനസ്സാണ്. അപ്പൊ കോണ്ടെസ്റ്റിനനുസരിച്ച് അർത്ഥം മാറണം. ഏതുപോലെ ഇപ്പൊ ഒരു ക്രിസ്ത്യൻ ഫാദർ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വീട്ടിലെത്തുമ്പോൾ മക്കൾ ഫാദർ എന്ന് വിളിക്കുന്നതും നാട്ടുകാർ ഫാദർ എന്ന് വിളിക്കുന്നതും ഒരേ അർത്ഥത്തിലാണോ? ആണോ? വീട്ടിലെത്തുമ്പോൾ ഫാദർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫാദർ, മറ്റേ ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥത്തിലെടുത്താൽ നാട്ടുകാർ കൈവയ്ക്കും. അപ്പോൾ ഒരേ ശബ്ദം, ഒരേ വാക്കാണ്, പക്ഷെ സന്ദർഭത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഉണ്ടോ ഇല്ലയോ? ഇപ്പം ഇതുപോലെ ആധ്യാത്മം എന്നുള്ള അധ്യാത്മതാപം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ശരീരം എന്നർത്ഥം. അതായത് നിങ്ങളെ തളർത്താൻ നിങ്ങളുടെ ശരീരത്തിന് സാധിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരീരം നിങ്ങളെ തളർത്തുന്നു എന്നൊന്നും വിചാരിക്കരുത്. ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, മനസ്സിന് ശരീരത്തോട് ഈ മൂന്നുമുണ്ട്. ആകർഷണമുണ്ട്, ആസക്തിയുണ്ട്, അഭിമാനമുണ്ട്. അതുകൊണ്ട് ഇതുള്ളോടത്തോളം കാലം ശരീരത്തിന് വല്ലതും സംഭവിച്ചാൽ അത് മാനസികമായി നമ്മളെ തളർത്തും. അതുകൊണ്ടാണ് പലപ്പോഴും ഉണ്ടല്ലോ അസുഖങ്ങൾക്ക് നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഡോക്ടർ പറയുകയാണ് കുറച്ച് മുമ്പ് നോക്കായിരുന്നു എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ അപ്സെറ്റായി. കാരണം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മനസ്സ് പറയണു ശരീരത്തിന് വല്ലതും സംഭവിച്ചാൽ അത് എൻ്റെ ജീവിതത്തെ തകർക്കും എന്നൊരു തോന്നൽ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിച്ചിട്ടില്ല. ശരീരവും മനസ്സും ഒന്നല്ല, രണ്ടാണ്. ഒന്ന് ബോധമനസ്സാണ്, മറ്റത് പ്രകൃതിയാണ് ശരീരം. ഇത് രണ്ടും കൂടിച്ചേർന്നതാണ്. ഒരിക്കലും ഒന്നിൽ നിന്ന് ഒന്നുണ്ടായതല്ല. മനസ്സിൽ നിന്ന് ശരീരവും ഉണ്ടായിട്ടില്ല, ശരീരത്തിൽ നിന്ന് ഒരിക്കലും മനസ്സും ഉണ്ടാവുന്നില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? നിത്യാനിത്യ വിവേകം, നമുക്ക് ആ വിവേകം ഉണ്ടാവും. അപ്പൊ ഒന്നാമത്തത് ശരീരമാണ്. രണ്ടാമത്തത് ആദിദൈവികം എന്ന് പറയും. ഇവിടെ ആദിദൈവികം എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ എന്നർത്ഥം. ബന്ധുക്കൾ എന്നല്ല അർത്ഥം, ബന്ധങ്ങൾ. അതായത് നമുക്ക് ആരോട് അടുപ്പമുണ്ടോ, ആരോട് നിങ്ങൾക്ക് കൂടുതൽ ഒരു ഇഷ്ടമുണ്ടോ, അത് ബന്ധുക്കളാവട്ടെ സുഹൃത്തുക്കളാവട്ടെ, ഈവൻ വീട്ടിൽ ജോലി ചെയ്യുന്ന, ഞാൻ കഴിഞ്ഞ ദിവസം 18 കൊല്ലം ഒരു വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി, 18 കൊല്ലം അവർ കുട്ടിക്കാലത്തെ വന്നതാണ്.
അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവരുടെ വീട്ടിൽ ജോലി ചെയ്യുന്നു. 18 വർഷം ആ വീട്ടിൽ ജോലി ചെയ്തു. വളരെ വീട്ടുകാരിയെ പോലെ ജീവിച്ചൊരു കുട്ടി. ഒരു ദിവസം ആ വീട്ടുകാരോട് പറഞ്ഞു, ഇനി ഞാൻ നാളെ മുതൽ വരുന്നില്ല. അത് കേട്ടപ്പോൾ ആ വീട്ടിൽ അമ്മ തളർന്നു വീണു. ICUലായി. അവരുടെ മകൾ അവൾ എങ്ങനെയോ കോണ്ടാക്ട് ചെയ്ത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കാസർഗോഡ് ഇരിക്കുമ്പോൾ രാവിലെ തന്നെ ഒരു ഫോൺ. ഞാൻ ചോദിച്ചു, ആരാ അങ്ങനെ ഫോൺ എന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന വീട്ടിലേക്ക് ഫോൺ ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് നമ്പറൊക്കെ കണ്ടുപിടിച്ചത് എനിക്കറിയില്ല. ഒരുപക്ഷെ ടി വിയിൽ വരുന്നത് കൊണ്ടായിരിക്കാം. അതൊക്കെ കണ്ടുപിടിച്ചിട്ട് രാവിലെ തന്നെ എന്നോട് പറഞ്ഞു, അമ്മ ഹോസ്പിറ്റലാണ്, ICUലാണ്. എന്ത് പറ്റി? ജോലിക്കാരി നാളെ മുതൽ വരുന്നില്ല എന്ന് പറഞ്ഞു. കേട്ടതും ബും, ആള്. അപ്പോൾ നോക്കൂ എവിടെയൊക്കെയാ മനുഷ്യൻ്റെ ബന്ധങ്ങൾ കിടക്കണം. അപ്പോൾ മനുഷ്യ മനസ്സിനെ തളർത്താൻ ബന്ധങ്ങൾക്ക് സാധിക്കുമോ ഇല്ലയോ? സാധിക്കും. മരണങ്ങൾ നമ്മളെ തളർത്തും, വേർപിരിയലുകൾ നമ്മളെ തളർത്തും. ഒരുമിച്ച് ജീവിച്ച് പെട്ടെന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ അത് നമ്മളെ തളർത്തുന്നു. പെട്ടെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടോ ഇല്ലയോ? മൂന്നാമത്തെ താപമാണ് ആദി ഭൗതികം എന്ന് പറയുന്നത്. ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ വസ്തുക്കൾ എന്നർത്ഥം. നിങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ. നിങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അതിൽ ജോലിയുണ്ട്, പണമുണ്ട്, നിങ്ങളുടെ വസ്തുക്കൾ എന്തൊക്കെയാവട്ടെ. നിങ്ങളുടെ പുസ്തകം പോലുമുണ്ട് അതിൽ. നിങ്ങളിവിടെ ഇരുന്നിട്ട് ഒന്ന് പുറത്ത് പോയി ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ പുസ്തകം കാണാനില്ല. അത് തൽക്കാലത്തേക്ക് മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുമോ? ഉണ്ടോ ഇല്ലയോ? എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഹാളായതുകൊണ്ട് നന്നായി. ചെരുപ്പ് പുറത്തിട്ടിട്ട് അവിടെ ഇരിക്കുന്നത് എങ്കിലുണ്ടല്ലോ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചില വിദ്വാന്മാരെ പോലെ ആവണം. ചില ആളുകൾ അമ്പലത്തിൽ പോകുമ്പോൾ അയ്യോ, ഞാൻ അവരുടെ ബുദ്ധിയെ സമ്മതിച്ചു. ഒരു ചെരുപ്പ് ഇപ്പുറത്തും ഒരു ചെരുപ്പ് പടിഞ്ഞാറേ നടയിലും. കള്ളൻ്റെ ഉസ്താദ് വന്നാലും ആ ചെരുപ്പ് എടുത്തു കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ചെരുപ്പ് കിഴക്കേ നടയിലും ഒരു ചെരുപ്പ് പടിഞ്ഞാറ്. ഞാൻ അതിലും നല്ലൊരു ജോക്ക്. അയ്യോ, ഒരാൾ അമ്പലത്തിൽ വന്നതാണ് സ്കൂട്ടറിൻ്റെ മുകളിൽ. എന്നിട്ട് സ്കൂട്ടർ ലോക്ക് ചെയ്യാനുള്ള ഈ സൈക്കിളൊക്കെ ലോക്ക് ചെയ്യാനുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ചെരുപ്പിട്ടിട്ട് ലോക്ക് ചെയ്തിരിക്കണം. ചെരുപ്പ് ലോക്ക് ചെയ്യേണ്ടത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ നിങ്ങൾ ഹാളിലായതുകൊണ്ട് ആരും പിന്നെ കാലൊന്നും ഊരിക്കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. അതാണ് സത്യം. പണ്ടൊരു ഗ്രാമത്തിലൂടെ ഒരാൾ യാത്ര ചെയ്യുന്നു. അയാളെ പോക്കറ്റ് അടിച്ചു. അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞു, എന്നെ ഇങ്ങനെ പോക്കറ്റ് അടിച്ചു പറഞ്ഞു. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങളെ പോക്കറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ കള്ളന്മാരല്ല, അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ ഇദ്ദേഹം പോലീസ് ഓഫീസറോട് ചോദിച്ചു, അങ്ങക്ക് എങ്ങനെ ഇത്ര ഉറപ്പ് നിങ്ങളുടെ നാട്ടിൽ എന്തോ കള്ളന്മാരായിട്ട് കോണ്ടാക്ട് ഉള്ളത് പോലെ? ഈ നാട്ടിലെ കള്ളന്മാരല്ല. കാരണം ഈ നാട്ടിലെ കള്ളന്മാരായിരുന്നെങ്കിൽ അങ്ങക്ക് ഉടുതുണി പോലും ഉണ്ടാവില്ലായിരുന്നു. അവർ വെറും സാധനങ്ങൾ മാത്രമല്ല അടിക്കുക, ആളെ തന്നെ അടിച്ച് മാറ്റുന്നുള്ളതാണ്. ചില കള്ളന്മാർ അത്ര എക്സ്പേർട്ടുകളുണ്ട്. എന്തോ ഭാഗ്യത്തിന് കയ്യിലുള്ള സ്വർണവും വളയൊക്കെ ഊരി കൊണ്ടുപോകുന്നുള്ളൂ. ഇനി കുറേ കഴിഞ്ഞാൽ കിഡ്നി ഊരി കൊണ്ടുപോകുന്നൊരു കാലം വരും. നിങ്ങൾ ക്യൂ നിൽക്കുന്ന സമയത്ത് കിടി കിഡ്നി കാണാണ്ടാവില്ല. അങ്ങനെ ഒരു കാലം ആലോചിച്ച് നോക്കൂ. ഇനി അതൊക്കെ വലിയ വില പിടിച്ച സാധനങ്ങളായി മാറുമ്പോൾ അതിലൊക്കെ ഇനി എക്സ്പേർട്ടുകളായിട്ട് ആൾക്കാർ വരും. നമ്മളെവിടെയെങ്കിലും ക്യൂ നിൽക്കുമ്പോൾ ഒരു ബ്ലേഡ് എടുത്തിട്ട് ഒരു കീറിൽ കയറിയിട്ട്, അതാണെങ്കിൽ ചെറിയ കോഴിമുട്ട പോലെ 2 സാധനങ്ങളാണ്, അതെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, സ്വർണം വളയൊക്കെ പോട്ടെ, കിഡ്നി പോയിട്ടില്ലല്ലോ എന്ന്. അതൊക്കെ പോയാൽ പിന്നെ എന്തുണ്ടായിട്ടെന്താ കാര്യം? അപ്പോൾ പറഞ്ഞു വരുന്നത്, വസ്തുക്കൾക്കും നമ്മളെ മാനസികമായി തളർത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ താപത്രയം എന്ന് പറയുന്നത്. എന്നാൽ ഇതങ്ങോട്ട് പറയുമ്പോഴുണ്ടല്ലോ അടുത്തൊരു ചിന്തനമുണ്ട്. ഇതാണോ നമ്മളെ തളർത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല തളർത്തുന്നത്. തളർത്തുന്നതിന് കാരണം ഇതിനോടൊക്കെയുള്ള നമ്മുടെ ആകർഷണവും പറയൂ ആസക്തിയും അതിലുള്ള ദുരഭിമാനമാണ്. അപ്പം ഇതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം നാം ഉപയോഗപ്പെടുത്തുകയാണ്. എന്താണ് അതിൻ്റെ സ്വാതന്ത്ര്യം? ശരീരത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. കാലം ഏത് രീതിയിൽ അതിനെ കൊണ്ടുപോകുമോ അതേ രീതിയിൽ അത്
പോയേ പറ്റുള്ളൂ. കാലചക്രത്തിൻ്റെ നിയമത്തിൻ്റെ പിടിയിൽപ്പെട്ട ഒന്നാണ് ഏത്? ശരീരം. അപ്പൊ വെറുതെ സമയം കളയരുത് നമ്മളത്. പിന്നെ എവിടെയാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്? എവിടെയാണ് സ്വാതന്ത്ര്യം? മനസ്സിൽ. എന്താ മനസ്സിന്റെ സ്വാതന്ത്ര്യം? കർത്തും അകർത്തും അന്യതാ കർത്തും ഇതി ശക്യം. കർത്തും അകർത്തും അന്യതാ കർത്തും. കർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ അന്ധമായി ജീവിക്കാം. അകർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ അലസനായി ജീവിക്കാം. അന്യതാ കർത്തും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉയർത്താൻ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്താം. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഈ ലോകത്തിലുണ്ടല്ലോ പലരും നന്നാവാത്തതിൻ്റെ കാരണം രണ്ട് വിഡ്ഢിത്തത്തിൽ അവർ ജീവിക്കുകയാണ്. ഒന്നാമത്തെ വിഡ്ഢിത്തം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും വരില്ല. രണ്ടാമത്തെ വിഡ്ഢിത്തം എന്ത് വന്നാലും അതൊക്കെ ഞാൻ തരണം ചെയ്യുന്നു. ഈ യൗവനത്തിലുള്ള ഒരു തോന്നലാണത്. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ പറയാം, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കൂ, നിങ്ങളിങ്ങനെ എങ്ങനെ എങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്താ പറയുക, പുറകിലിരുന്ന് ഇങ്ങനെ. ചില അമ്മമാർക്ക് കുട്ടികളെ എങ്ങനെ എങ്ങനെ നാഗിയോ ഒരു എന്തിനാ ഇങ്ങനെ എങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരു കാര്യം ഒരു പ്രശ്നവും വരില്ല, വന്നാൽ തന്നെ ഞാനതിനെ നേരിട്ടോളാം എന്നുള്ളൊരു തൻ്റെ ഇടം. ഭഗവത്ഗീതയിലേക്ക് നോക്കി നിങ്ങൾക്ക് കാണാം. അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ ഈ ധാഷ്ട്യത്തിലാണ് അർജുനൻ വരുന്നത്. സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ. രണ്ട് സൈന്യത്തിൻ്റെ നടുവിൽ കൊണ്ടുപോയി രഥം നിർത്തും. അപ്പോൾ അർജുന അവിടെ കൊണ്ട് നിർത്തിയാൽ എന്തെങ്കിലും പ്രശ്നം വന്നാലോ ഞാൻ നോക്കിക്കോളാം. കൃഷ്ണ നീ കൊണ്ട് നിർത്തിയാൽ മതി, ബാക്കി എന്താന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം, വരുന്നിടത്ത് വെച്ച് കാണാം. ഈ ധാഷ്ട്യമുണ്ട്. എവിടെ? വരുന്നിടത്ത് വെച്ച് കാണാന്ന് പറഞ്ഞ അർജുനൻ വരുന്നിടത്ത് വെച്ച് ഇതാ കിടക്കണു. ഇനി കൃഷ്ണ നീ കണ്ടാ മതി. പലരുടെയും ജീവിതം അങ്ങനെയാണ്. പ്രേമം എന്ന് പറഞ്ഞൊരു പോക്ക് പോവും, കുറെ കഴിഞ്ഞാൽ പ്രേമമില്ല, ആള് പ്രേതമായി മാറി. കഴിഞ്ഞു അവരുടെ പ്രേമം. പലതും നമുക്ക് ചെയ്യാൻ പറ്റും, പലതും നമുക്ക് കാര്യങ്ങൾ ഒരൊറ്റ പോക്ക് പോവും. അവര് മാനസികമായി തളരുന്നു. ഇതെന്തുകൊണ്ട് തളരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഏറ്റെടുത്ത ഉത്തരവാദിത്വമല്ല. നോക്കൂ, ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് പലരും അലസന്മാരായി പോകുന്നത്. ഈ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പലരും ഉണ്ടല്ലോ, നോക്കൂ നിങ്ങൾ ആ അമ്പലത്തിലൊക്കെ ഒന്ന് പോവൂ, അവിടുത്തെ കമ്മിറ്റിയിലൊക്കെ കൂടും, വല്ലതും നല്ലതൊക്കെ ആൾക്കാരൊന്നും ശരിയില്ല. വെറുതെ വിമർശനങ്ങൾ കേൾക്കാൻ എന്തിനു പോകണം? എന്താ പറയുക, അടി കൊടുത്ത് വടി മേടിക്കല്ലോ. വടി കൊടുത്തിട്ട് ഇതിന് മിണ്ടാണ്ടൊരു ഭാഗത്തിരുന്നൂടെ എന്നുള്ള. ഭാര്യയും പറയും മിണ്ടാതിരിക്കും മനുഷ്യ, ജോലിയുള്ള കാലത്തെ നിങ്ങളെ കൊണ്ടൊരു ഉപകാരം ആർക്കും ഉണ്ടായിട്ടില്ല, നീ എന്തിനാ നിങ്ങളൊരു ഉപകാരമുള്ളൊരു മനുഷ്യനാവുന്നത്? ഈ തരത്തിലുണ്ടല്ലോ ഒരു ഭയം. വല്ലതിലൊക്കെ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ, ആളുകളൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് എന്നെ ബുദ്ധിമുട്ടിക്കുക, അതുകൊണ്ട് ഞാനൊന്നിനും പോകുന്നില്ല. അപ്പം അവരൊക്കെ കരുതിയിരിക്കുന്നത് ഈ പരിതസ്ഥിതികളാണ്, സാഹചര്യങ്ങളാണ് മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നാണ്. പക്ഷെ അവർ തിരിച്ചറിയാതെ പോയത് സ്വന്തം മനസ്സിനെ പ്രശ്നങ്ങളിൽ നിന്ന് ഉയർത്താനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു കഴിവ് ആർക്കുണ്ട്? നമുക്കുണ്ട് എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞില്ലേ. ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. ഈ ഒരു പരമസത്യം നിങ്ങൾ മനസ്സിലാക്കി. എന്താ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത് സ്വന്തം മനസ്സിൽ മാത്രമാണ്. മറ്റൊരാളുടെ മനസ്സിൽ തന്നിട്ടില്ല. പക്ഷെ എവിടെ തന്നിട്ടുണ്ട്? സ്വന്തം മനസ്സിൽ. സ്വന്തം മനസ്സിൽ സ്വാതന്ത്ര്യം തരിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനസ്സിനെ നിങ്ങൾക്ക് ഒന്നുകിൽ അവഗണിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ ജീവിക്കാം. അതല്ല, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് പരിവർത്തനം വരുത്തിയെടുക്കാൻ പരിശ്രമിക്കാം. ഈ പരിവർത്തനം വരുത്തി എടുക്കാൻ പരിശ്രമിക്കുന്നവർക്കുള്ളതാണ് സത്സംഗം. അവർക്കാണ് ഈ സത്സംഗം പ്രയോജനം. അല്ലാത്തവർ സത്സംഗത്തിൽ വന്നാൽ ജസ്റ്റ് കേൾക്കും, അവർ പഴയ ജീവിതം തന്നെ തുടരുകയും ചെയ്യും. എത്ര കേട്ടാലും മാനസികമായി യാതൊരു മാറ്റവുമില്ല. ധൃതരാഷ്ട്രൻ ഭഗവത്ഗീത കേട്ടതുപോലെ.
ഹിരണ്യകശിപുവിനോട് പ്രഹ്ലാദൻ സംസാരിച്ചതുപോലെ ഇരിക്കും. പ്രഹ്ലാദൻ എല്ലാം പറയുന്നുണ്ട് ഹിരണ്യകശിപുവിനോട്. ജഹ്യാസുരം ഭാവമിമം ത്വമാത്മന സമം മനോദസ്സന സന്ധിവിദ്വിഷ ഹൃദയേജിതാത്മന തൽപദസ്ഥിതൽ തദ്ദീഹനന്ദസ്യ മഹൽ സമർപ്പണം. ഹിരണ്യകശിപുവിന് പറഞ്ഞു കൊടുക്കണു പ്രഹ്ലാദൻ. ആസുരം ഭാവം ഉന്മിച്ച്യ, അങ്ങയുടെ അസുരഭാവം വിടൂ. മഹൽ സമർപ്പണം, അങ്ങയുടെ മനസ്സിനെ അങ്ങ് അർപ്പിക്കൂ. അന്നും കാട്ടുപോത്തിൻ്റെ ചെവിയിൽ എന്താ പറയുക, വേദമോദിയതുപോലെ ധൃതരാഷ്ട്രൻ ഭഗവത്ഗീത മുഴുവൻ കേട്ട വല്ല മറ്റുണ്ട് അയാൾക്ക്. എന്നിട്ടല്ലേ ഭീമസേനനെ പോയി ആലിംഗനം ചെയ്യും. അങ്ങനെയുള്ളവർ ഭാഗവതവും ഭഗവത്ഗീതയും കേട്ടിട്ട് യാതൊരു പ്രയോജനമില്ല. വെറുതെ സമയം പോക്കാം, വീട്ടിൽ ബോറടിക്കണം, അവർക്ക് സപ്താഹത്തിന് പോയിട്ടിരിക്കും. അവര് സപ്താഹം കേട്ടാൽ മധ്യപ്രദേശ് വികസിക്കും, ഉത്തർപ്രദേശിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. മധ്യപ്രദേശിൽ വല്ല മാറ്റങ്ങളും വരും, എവിടെ ഉണ്ടാവില്ല? ഉത്തർപ്രദേശിലുണ്ടാവില്ല. ഉത്തർപ്രദേശ് ഖാലിസ്ഥാനായിട്ടിരിക്കും, മധ്യപ്രദേശ് പാകിസ്ഥാനുമായിട്ടിരിക്കും. ഇതാണ് അവരൊക്കെ ഭാഗവതം കേട്ടാൽ. എങ്ങനെയാ ഉത്തർപ്രദേശ് നേരെയാവുക? കാരണം അവിടെയൊക്കെ മായാവതിമാരും യാദവുമാരും ഭരിക്കുകയാണ്. മനസ്സിലായില്ലേ? അവിടെ കൃഷ്ണനെ കൊണ്ടുവരണ്ടേ? ചിന്തിക്കൂ നിങ്ങൾ. അപ്പോ അതിനൊക്കെ അപ്പുറത്ത് മായാമോഹനൻ ഇരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതിനെ ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് തിരിക്കാനുള്ളൊരു കഴിവുണ്ട്. മനസ്സെന്ന് പറയുന്നത് ഈ എന്താ പറയുക, പണ്ടത്തെ റേഡിയോയുടെയൊക്കെ ഈ നോബ് പോലെയാണത്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഈ എന്താ പറയുക, ഗ്യാസ് കുക്കറിൻ്റെയൊക്കെ നോബ് പോലെയാണ്. അതെങ്ങോട്ടും തിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പം എങ്ങോട്ടാണ് അതിനെ തിരിക്കേണ്ടത്? സത്സംഗത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം. ശ്രദ്ധിക്കണേ ഞാൻ പറയണത്, ഇത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകരുത്. ഏത് പ്രശ്നത്തിനും പരിഹാരം. എന്താ പരിഹാരം? ആദ്യം പ്രശ്നം എന്താണെന്ന് അറിയണം. നമ്മൾ സാധാരണ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ, സാധാരണ ആളുകളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്താ പ്രശ്നം? മകൻ ശരിയല്ല, അല്ലെങ്കിൽ മകള് കല്യാണം കഴിഞ്ഞിട്ടില്ല, അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം അവരെ അലട്ടുന്നുണ്ടോ അതിനെയാണ് അവർ പ്രശ്നമായി കാണുക. അല്ലെങ്കിൽ ഹെൽത്ത് ശരിയല്ല, അല്ലെങ്കിൽ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ആണോ അല്ലയോ? ശരിയാണോ അല്ലയോ? അവരുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നത്തെയാണ് അവർ പ്രശ്നമായി കാണുന്നതെങ്കിൽ, ആധ്യാത്മിക ദൃഷ്ടിയിൽ പ്രശ്നമെന്ന് ശ്രദ്ധിക്കണ്ടോ നിങ്ങൾ? ആധ്യാത്മിക ദൃഷ്ടിയിൽ, വ്യാവഹാരിക ദൃഷ്ടിയിൽ, ഭൗതിക ദൃഷ്ടിയിൽ പ്രശ്നം എന്ന് പറയുന്നത് ബാഹ്യമായ എന്തോ ഒന്ന് നമ്മുടെ മനസ്സിനെ അലട്ടുന്നതാണ്. ആധ്യാത്മിക ദൃഷ്ടിയിൽ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പ്രശ്നമുള്ള ഒരു കാര്യത്തിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിൻ്റെ ദൗർബല്യമാണ് പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ അവിടെ നിന്ന് ആരംഭിക്കുന്നത് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം എന്നുള്ളത്. അർജുന, നിന്റെ പ്രശ്നം കൗരവന്മാരോ ആരോ അല്ല. പ്രശ്നം കൗരവന്മാരെ കുറിച്ചുള്ള നിന്റെ മനസ്സിന്റെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ആവർത്തന ചിന്തകളാണ്. മനസ്സിലാവുണ്ടോ? ഇതാണ് ഏറ്റവും വലിയ ഡീപ്പ് ഡയഗ്നോസിസ്. ദാറ്റ് മീൻസ് യു ആർ സ്പിരിച്വലി സ്കാനിങ് യുവർസെൽഫ്. നമ്മുടെ ശരീരം സ്കാൻ ചെയ്യുന്ന പോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് നമ്മെ ഒട്ടിപ്പിടിക്കുകയല്ല, നമ്മൾ അതിലാണ് ഒട്ടിപ്പിടിക്കുന്നത്. ശരീരത്തിൻ്റെ പ്രശ്നമാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഫൂളായി ചിന്തിക്കുന്നു, ശരീരത്തിൻ്റെ പ്രശ്നം എന്നെ അലട്ടുന്നു. ദാറ്റ് മീൻസ് ശരീരം എന്നെ ഒട്ടിപ്പിടിക്കുന്നു എന്നപ്പം ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നം എന്നെ ബാധിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അതെന്നെ ഒട്ടിപ്പിടിക്കുന്നു എന്ന് ഞാൻ പറയും. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? അത് എന്നെയല്ല ഒട്ടിപ്പിടിക്കുന്നത്, ഞാൻ അതിനെയാണ്.
അതുകൊണ്ടാണ് കൃഷ്ണൻ ഇത്ര നല്ലൊരു ഡെഫിനിഷൻ പറഞ്ഞത്, ദുഃഖം തു സംയോഗമേവ. ഇത് മറക്കരുത്. വാട്ട് ഡു യു മീൻ ബൈ സോറോ? ദുഃഖം സംയോഗമേവ. പറയൂ. ദുഃഖം സംയോഗമേവ. സംയോഗം എന്ന് പറഞ്ഞാൽ മനസ്സ് അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് സംയോഗം ചെയ്യുന്നു. അതിലേക്ക് തന്നെ നമ്മളെ ശ്രദ്ധ തിരിക്കും, അതിലൊട്ടിപ്പിടിക്കും, അതിൽ നമ്മളെ ബന്ധിതരാകും, അതിൽ നമ്മളെ ആകെ ചുറ്റിക്കറക്കുന്നു. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഒരു വേൾപൂൾ, വെള്ളത്തിലുള്ള ചുഴി, അതിലേക്കൊരു കടലാസോ ഇലയോ കൊണ്ടുപോയിട്ടാൽ ആ ഇലയെ അതിൽ കടന്ന് ചുറ്റിക്കറങ്ങുന്ന പോലെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളൊരു പ്രശ്നത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചാൽ അത് അതിൽ തന്നെ കടന്ന് ചുറ്റിക്കറങ്ങും. പ്രശ്നക്കാരൻ പുറത്തല്ല ഇരിക്കുന്നത്, കുറ്റവാളി നമ്മുടെ ഉള്ളിലാണ്. ഇത് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുന്നില്ല. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ഏറ്റവും ആദ്യം നാം മനസ്സിലാക്കേണ്ട കാര്യം. രോഗത്തിന് ചികിത്സിക്കുന്നതിന് മുമ്പ് രോഗം എന്താണെന്ന് പലരും അറിയുന്നില്ല. കുടുംബ പ്രശ്നം വന്നു, ഗുരുവായൂരിൽ പോയി കുറേ നേരം കരഞ്ഞു, സമാധാനമായി. അവരൊരു അന്ധവിശ്വാസത്തിലേക്ക് വീണു, ഗുരുവായൂരപ്പൻ പ്രശ്നങ്ങൾ തീർക്കുന്നു. ഒരു ഗുരുവായൂരപ്പനല്ല, ഗുരുവായൂരപ്പനെ മുത്തശ്ശൻ വിചാരിച്ചാലും പ്രശ്നം തീർക്കാൻ പറ്റില്ല. കാരണം ഗുരുവായൂരപ്പനോ ഒരപ്പനോ നിങ്ങളുടെ മനസ്സിലേക്ക് എൻട്രി ചെയ്യാൻ സാധ്യല്ല. ഇത് തുറന്നു പറഞ്ഞ പരമഗുരുവാണ് കൃഷ്ണൻ. അച്ഛൻ തന്നെ കൃഷ്ണൻ്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പറയുന്നു, ഉണ്ണി എനിക്ക് ദുഃഖങ്ങളുണ്ട്. സ്വന്തം പിതാവ് വസുദേവര്, എനിക്ക് വിഷമങ്ങളുണ്ട്. ആ സ്വന്തം അച്ഛൻ്റെ മുഖത്ത് നോക്കി കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ്, അഹം യൂയം അസൗ ആര്യ ഇമേച്ഛദ്വാരകൗകസ സർവീപ്യേവം യദുശ്രേഷ്ഠ വിമൃശ്യ സചരാചരം ആത്മാ ഏക നിത്യോന്യോ നിർഗുണോ ഗുണേ. സ്വന്തം പിതാവിനോട് പറഞ്ഞ കാര്യമാണ്. ഭാഗവതത്തിൽ ദശമസ്കന്ധം 10-ാം അധ്യായത്തിൽ 85-ാം അധ്യായത്തിൽ 22-23 ശ്ലോകങ്ങളാണ് ഞാനീ പറഞ്ഞത്. എന്താ പറയണത്? ഞാനും അങ്ങും ജ്യേഷ്ഠനും എല്ലാവരും ആത്മാ ഏക, ഒരേ ആത്മശക്തിയിൽ ഇരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ മനസ്സിനെ സ്പർശിക്കാൻ, അങ്ങയുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ എനിക്കോ ആർക്കോ സാധ്യമല്ല. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? പറയൂ പറയൂ. ഒരു പൂജാരി വിചാരിച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ പറ്റില്ല. എത്ര ജ്യോത്സ്യന്മാരെ നിങ്ങളോട് എത്ര വഴിപാടുകൾ ചെയ്യാൻ പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ചോദിക്കും, പലർക്കും സമാധാനം കിട്ടുന്നുണ്ടല്ലോ. സമാധാനം കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ടത് സമാധാനമല്ല, നമുക്ക് വേണ്ടത്, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ വാക്കുകളുടെ അർത്ഥം പിടികിട്ടണം. ഒരു അമ്പലത്തിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും. നിങ്ങൾ ആ മനസ്സമാധാനം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കും. അലട്ടുന്ന പ്രശ്നത്തിൽ നിന്നും കുറച്ചു നേരം മനസ്സൊന്ന് മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖത്തെയാണ് മനസ്സമാധാനം. നമുക്ക് വേണ്ടത് മനസ്സമാധാനമല്ല, നമുക്ക് വേണ്ടത് മനോബലമാണ്, മനോധൈര്യമാണ്. എന്താ ഇത് നമ്മളുടെ വ്യത്യാസം? മനോബലം കണ്ടെത്തിക്കഴിഞ്ഞാൽ എപ്പോഴും മനസ്സമാധാനമുണ്ട്. മനസ്സമാധാനമുള്ളവർക്ക് എന്തുണ്ടാവണമെന്നില്ല? മനോബലമുണ്ടാവണമെന്നില്ല. വീണ്ടും അവർ പഴയ അവസ്ഥയിലേക്ക് വീണു, വീണ്ടും അവർ ആവർത്തിക്കുന്നു പഴയത് തന്നെ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആളുകൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അവർ പഴയ അവസ്ഥയിലാണ്. ആണോ അല്ലയോ? അവർക്ക് മനോബലം ഉണ്ടായിരുന്നുവെങ്കിൽ എത്രയോ കാലം ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ തൊഴുതവർക്ക് പ്രായമാകുമ്പോൾ എന്തേ അവർ പരാതി പറയുന്നത്? എന്തേ ഭഗവാൻ എന്നെ കൈവിട്ടത്? എന്തേ എനിക്കിങ്ങനെ ഒരു അനുഭവം വരാൻ കാരണം? എന്താ ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? പറയുന്നവരെ കേട്ടിട്ട് ഉണ്ടോ ഇല്ലയോ? അപ്പോൾ അങ്ങനെ ഒരു കൃഷ്ണനോ അയ്യപ്പനോ രാമനോ അവരുടെ പ്രശ്നം പരിഹരിച്ചിരുന്നെങ്കിൽ അവർ ഈ ചോദ്യം ചോദിക്കരുത്. അപ്പം ഇത്രയും കാലം അവർക്ക് മനസ്സമാധാനമേ ഉണ്ടായിട്ടുള്ളൂ. എന്തുണ്ടായിട്ടില്ല? പറയൂ. മനോബലം ഉണ്ടായിട്ടില്ല. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഈ മനോബലം ആർജിക്കണമെങ്കിൽ
മനോധൈര്യം ആർജിക്കണമെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് ആന്തരികമായ ഒരു വിവേകമാണ്, അറിവാണ്. അതിലാദ്യത്തെ അറിവാണ് ദുഃഖം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ദൗർബല്യ ബന്ധനമാണ്. So the weakness of the mind, it is the entanglement of the mind, it is the misguiding of the mind. നിങ്ങളെ മൈൻഡ് നിങ്ങളെ മിസ്ഗൈഡ് ചെയ്യും. അതുകൊണ്ടാണ് നോക്കൂ, നിങ്ങൾ മായ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. നല്ലൊരു വാക്കാണ് മായ. മായ എന്നതിന് യഥാർത്ഥമായത് മനസ്സിൽ കാണിച്ചു തരാതെ, യഥാർത്ഥമായത് കാണിച്ചു തരാതെ മറ്റൊന്നിനെ കാണിച്ചു തരിക. റിയൽ ഈസ് അൺറിയൽ ആൻഡ് അൺറിയൽ ഈസ് റിയൽ. യഥാർത്ഥമായത് മറഞ്ഞു കിടക്കുക, യഥാർത്ഥമല്ലാത്തത് ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം. എൻ്റെ ശരീരത്തിന് വേദനയുണ്ട്. അപ്പം ഞാൻ പറയും എൻ്റെ പ്രശ്നം എൻ്റെ ശരീരത്തിൻ്റെ വേദനയാണ്. വാസ്തവത്തിൽ ശരീരമല്ല എന്നെ വേദനിപ്പിക്കുന്നത്, ആ വേദനയെക്കുറിച്ചുള്ള എൻ്റെ ആഴമേറിയ ചിന്തനമാണ്. വാസ്തവത്തിൽ പ്രശ്നമുണ്ടാക്കുന്നത് മനസ്സാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര മുട്ടുവേദന ഉള്ളവരായാലും, ആലുവയിലൊരു സ്ത്രീ, അവർക്ക് കടുത്ത മുട്ടുവേദനയുള്ളവരാണ്. അമ്പലത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ ആളുകൾ നോക്കുമ്പോൾ തെങ്ങിൻ്റെ നടുഭാഗത്ത് കയറി നിൽക്കണം. ആളുകൾ വിചാരിച്ചു തെങ്ങ് കയറാൻ ആളെ കിട്ടാത്ത കാലത്ത് ഈ സ്ത്രീയാണെങ്കിൽ 40-45 വയസ്സുള്ളൊരു സ്ത്രീ. അപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഒരു പട്ടി ഓടിയതാണ് ഇത്രയും പുറകിൽ. അപ്പോൾ ഒരു പട്ടി വിചാരിച്ചാലും മനുഷ്യനെ തെങ്ങിൻ്റെ മുകളിൽ കയറ്റാൻ പറ്റുന്നുള്ളതാണ്. മുട്ടുവേദനയുള്ള ഒരാൾ ആ പട്ടി ഓടുന്ന സമയത്ത് പട്ടിയോട് പറയും, ഓടലേ ഓടലേ, എനിക്ക് മുട്ടിന് ഉണ്ടോ ഇല്ലയോ? നോക്കൂ, നിങ്ങൾ എത്രയോ ആളുകൾ എത്രയോ അപകടങ്ങളിൽപ്പെട്ട്, ആക്സിഡൻറ്റിൽപ്പെട്ട്, വലിഞ്ഞെങ്ങനെങ്കിലുമൊക്കെ കര കയറി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നവരുണ്ട്, എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുന്നവരുണ്ട്. ഉണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? തല പോയാലും എണീറ്റ് നടക്കുന്നവർ. അതൊക്കെ സിനിമയിലേ ഉണ്ടാവുള്ളൂ, തമിഴ് സിനിമയിൽ പ്രത്യേകിച്ച്. ഒരിക്കലൊരു സ്ഥലത്ത് ആക്സിഡൻറ്റ് പറ്റി. ബസ്സുമായിട്ട് കൂട്ടിയിടിച്ച് കുറേ ആൾക്കാരൊക്കെ അപകടത്തിലായി. ചിലർക്ക് കൈ പോയി. അങ്ങനെ ഒരാളിങ്ങനെ കടന്ന് ആർത്ത് വിളിച്ച് കരയുന്നുണ്ട്, അയ്യോ എൻ്റെ കൈ പോയി, എൻ്റെ കൈ പോയി, എൻ്റെ കൈ പോയി. അപ്പം ഇത് കേട്ടപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഒരാൾ പറയാണ്, താനെന്ന് മിണ്ടാതെ കിടക്കണോ, അപ്പുറത്ത് ഒരാളുടെ തല തെറിച്ച് പോയിട്ട് ഒരു പരാതി പോലും ഇല്ല ആൾക്ക്. ഒരു കൈ പോയിട്ടാണ് താനിങ്ങനെ അലറുന്നത്. അപ്പം നോക്കൂ, നിങ്ങൾക്ക് എന്തൊക്കെ ശാരീരിക വിഷമമുണ്ടെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങളതൊക്കെ മാറ്റി, ഉണ്ടോ, തലവേദന പിടിച്ച് കിടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ അടുപ്പിൽ നിന്ന്, അടുക്കളയിൽ നിന്ന് ഒരു കരിഞ്ഞ വാസന വരുന്നുവെങ്കിൽ നിങ്ങൾ പറയോ, കരിഞ്ഞോട്ടെ. നിങ്ങൾ ചാടി എണീറ്റ് അടുക്കളയിൽ ഓടിച്ചെന്നിട്ട് ഒന്നും വേണ്ട. നിങ്ങൾ ഭൂമിയുടെ കുലുക്കം ഭൂമി ഒന്ന് ഇളകാൻ തുടങ്ങിയാൽ, ഭൂമി 9 ഡിഗ്രി എന്താ പറയുക, അവരുടെ റിച്ചാർഡ് സ്കെയിലിൽ കുലുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ടി വിയും വീട്ടിലെ സാധനങ്ങളും എടുത്ത് റോട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമോ? നിങ്ങൾക്കൊരു സാധനവും വേണ്ട, നിങ്ങൾക്കപ്പോഴേക്കും ലൈഫ് മാത്രം മതി. ഞാനിത് നേരിട്ട് അനുഭവിച്ച ആളാണ്. ഒരിക്കൽ പോർട്ട് ബ്ലെയറിൽ ഞാൻ പ്രോഗ്രാമിന് പോയപ്പോൾ നല്ല സുഖമായിട്ട് കടന്നുറങ്ങുമ്പോഴാണ് രാത്രി അനൗൺസ്മെൻറ്റ് വരുന്നത്, ഭൂകമ്പം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്. എല്ലാവരും വീട്ടിൽ. അപ്പോൾ ടി വിയിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്ത് തുടങ്ങി. വീടാണെങ്കിൽ നല്ല രസം, കുട്ടികളുടെ പല്ലാടുന്ന പോലെയാണ് ആടുന്നത്. മനസ്സിലായില്ലേ? ആ സമയത്ത് ഞാൻ എൻ്റെ ഭാഗവത പുസ്തകം എടുക്കാൻ നോക്കുമോ? ഭാഗവതവും വേണ്ട, മാലയും വേണ്ട, ഒന്നും വേണ്ട. വേണോ? നിങ്ങൾ പറയോ, ഭൂമി ഒന്ന് പതുക്കെ കുലുങ്ങും, ഒരു സെറ്റ് സാരിയും കൂടി എടുത്തോട്ടെ എന്ന്. ഒരാൾക്കൊരു സെറ്റ് സാരിയും ഒന്നും വേണ്ട. നിങ്ങളുടെ പെട്ടിയും പ്രമാണം എടുക്കാൻ നോക്കുമോ? ഒരാൾക്കൊന്നും വേണ്ട. അപ്പോൾ നോക്കൂ, നിങ്ങൾ സാഹചര്യങ്ങൾ നമ്മളെ നിർബന്ധിക്കുമ്പോൾ നാം ഏത് ചിന്തകളിൽ നിന്നും മനസ്സിനെ മാറ്റാൻ പ്രേരിതരായിട്ടിരിക്കും. ഉണ്ടോ ഇല്ലയോ? ഇത് സത്യമാണ്. അപ്പം അതിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ, യഥാർത്ഥത്തിൽ മനസ്സ് ഒരു ചിന്തയിലും കുരുങ്ങിക്കിടക്കുന്നതല്ല. നാം അതിനെ കുരുങ്ങിക്കിടക്കാൻ
ഈ അനുവദിക്കുന്നതാണ് മായ. അപ്പൊ യഥാർത്ഥമായതിനെ മറച്ച് മറ്റൊന്ന് കാണിക്കണു പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് മനസ്സ് പോയി ബന്ധിതമായിട്ടിരിക്കുകയാണ്. മനസ്സ് അതിനെ തന്നെ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നാൽ നമ്മൾ കാണുന്നത് മനസ്സ് അതിൽ ഒട്ടിപ്പിടിക്കുന്നതല്ല. എന്തോ ഒരു പ്രശ്നം, ആരോ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തോ ആണ് എൻ്റെ പ്രശ്നം. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിയാതെ മറ്റെന്തോ ആണ് പ്രശ്നമെന്ന് നമ്മുടെ മനസ്സ് നമ്മളെ ഉറപ്പിക്കുന്നതാണ് മായ. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ ഇതിലും നല്ലൊരു ഉദാഹരണം പറയാനില്ല. കയറാണ് എന്നറിയുന്നില്ല, പക്ഷേ നാം കാണുന്നത് പാമ്പിനെയാണ്. ഇതുപോലെ മനസ്സാണ് ഒട്ടിപ്പിടിക്കുന്നതെന്ന് നമ്മൾ കാണുന്നില്ല, നമ്മൾ കാണുന്നത് മറ്റാരോ എനിക്കൊരു പ്രശ്നമുണ്ടാക്കുന്നു. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഇത് മായയല്ലേ? വാസ്തവത്തിൽ നാം ജീവിക്കുന്നത് മായയുടെ ഉള്ളിലല്ലേ? ആണോ അല്ലയോ? ഇതെത്ര ചിന്തിക്കൂ നിങ്ങൾ. എപ്പോഴൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ശരീരം എനിക്കൊരു വേദനയാണ്, ബന്ധങ്ങൾ ഒരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് പണം, അത് ഇത് എന്നുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ, ആ നിമിഷം നിങ്ങൾ മായയിലാണ്. മായയിലാണെന്നാണ്, പായയിലല്ല, മായയിലാണ്. മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശോ നടോ നാട്യതരോ യഥാ. കുന്തിദേവിയുടെ സ്തുതിയാണ്. പലരും മായയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു എന്നാണ്. ഏതുപോലെയാണ് മായ എന്ന് വെച്ച് കഴിഞ്ഞാൽ മായാജവനികാച്ഛന്നം. മായ എന്നതൊരു മൂടുപടം പോലെയാണ്. ഉള്ളിലുള്ളത് അറിയാതെ, ഉള്ളിലുള്ളതിനെ കാണാതെ നാം മറ്റൊന്നിനെ കാണുന്നു. ശരിയല്ലേ ഇത്? ആദ്യം ജീവിതത്തിൽ ഉന്നതി നേടണമെങ്കിൽ, സുഖത്തിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ സ്വയം സ്കാൻ ചെയ്യാൻ പഠിക്കണം. സെൽഫ് സ്കാനിങ്. എന്താണ് സെൽഫ് സ്കാനിങ്? ഇപ്പോൾ സ്വാമി മിഷനും കൊണ്ട് നടക്കണം എന്നാണോ? സെൽഫ് സ്കാനിങ് എന്ന് പറഞ്ഞാൽ അറിവിലൂടെ നമ്മളൊന്ന് സ്കാൻ ചെയ്യണം. എന്താ സ്കാനിങ്? എവിടെയൊക്കെ ഞാൻ ദുഃഖിക്കുന്നുണ്ടോ അവിടെയൊക്കെ എൻ്റെ മനസ്സ് ദുർബലമായി എന്തോ ഒരു കാര്യത്തിൽ ആസക്തമായിരിക്കുന്നു, ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് സംയോഗം. ദുഃഖം സംയോഗമേവ. അപ്പൊ പിന്നെ സുഖം എന്ന് പറയുന്നതോ? സുഖം എന്ന് പറയുന്നത് ഈ സംയോഗത്തിൽപ്പെട്ട മനസ്സിനെ ഞാൻ അതിൽ നിന്നും വിയോഗം ചെയ്യലാണെങ്കിൽ, എനിക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തെ എനിക്ക് കിട്ടിയിട്ടുള്ള കഴിവിനെ ഞാൻ ഉപയോഗപ്പെടുത്തി എൻ്റെ മനസ്സിനെ എന്നെ അലട്ടുന്ന പ്രശ്നത്തിൽ നിന്ന് ഞാൻ തന്നെ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ അതിൻ്റെ പേരാണ് വിയോഗം. അത് നിങ്ങൾക്ക് സുഖം തരും. ഈ ശ്ലോകം ഒന്നുകൂടി നമുക്ക് വായിക്കാം. ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായത്തിൽ 23-ാം ശ്ലോകം. ഇതൊക്കെ പഠിച്ചു വെക്കേണ്ട ശ്ലോകങ്ങളാണ്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ്. തം വിദ്യാൽ ദുഃഖ സംയോഗ വിയോഗം യോഗ സപ്നിതം സ നിശ്ചയേന യോക്തവ്യ യോഗോ നിർവിണ്ണ ചേതസം. സനിശ്ചയേന, ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കും. സംയോഗം ദുഃഖം, വിയോഗം പറയൂ സുഖം. ഈ സംയോഗം വിയോഗം എന്നുള്ള വാക്ക് ഞാൻ പലപ്പോഴും ആവർത്തിച്ചതാണ്. നിങ്ങളുടെ ഉള്ളിലത് ഉറയ്ക്കണം. സംയോഗം എന്ന് പറഞ്ഞാൽ മനസ്സ് പോയി സംയോഗപ്പെടുക, മനസ്സിനെ നമ്മൾ വിയോഗം ചെയ്യുന്നത്, അത് സുഖം. യോഗോ, ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള യോഗ. ചിത്തവൃത്തി നിരോധ യോഗ. യോഗ എന്ന് പറഞ്ഞാൽ ആസനങ്ങൾ ചെയ്യുന്നതല്ല. രാവിലെ ഞാൻ യോഗ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ കാലിങ്ങോട്ട് വളച്ചതുകൊണ്ടോ അങ്ങോട്ട് വളച്ചതുകൊണ്ടോ യോഗ എന്ന് പറയരുത് നിങ്ങൾ. അത് ആസനമാണ്. നിങ്ങൾ പലപ്പോഴും ഉണ്ടല്ലോ യോഗ എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കുന്നു ആൾക്കാർ. യോഗ എന്നുള്ളതിന് അർത്ഥം യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികളെ നിരോധിക്കുക. അതായത് നമ്മുടെ മനസ്സ് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുവെങ്കിൽ അതിൽ നിന്ന് മനസ്സിനെ വേർപ്പെടുത്തുന്നതാണ് യോഗ. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ മൈൻഡ്, നോട്ട് വിത്ത് ദ ബോഡി. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചു. എന്നാൽ പിന്നെ ബോഡി അഭ്യാസം ചെയ്ത്
പ്രാണായാമമൊക്കെ ചെയ്ത് അതിങ്ങനെ പടിപടിയായിട്ട് ഉയരാൻ സാധിച്ചില്ലെങ്കിൽ, വെറും ഫിസിക്കൽ എക്സസൈസിലാണ് നിൽക്കുന്നതെങ്കിൽ ആ യോഗ എന്ന് പറയുന്നത് അവസാനം അത് പായയിൽ യോഗ എത്തിക്കും. അവസാനം പായയിൽ കിടക്കുന്ന യോഗയെ തീരും, അവരുടെ യോഗമായി തീരും. അവസാനം യോഗമായി തീരും. അതുകൊണ്ട് മനസ്സിലാക്കൂ, ഇതൊക്കെ വളരെ വളരെ ഗംഭീരങ്ങളാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇത്ര ഗംഭീരമായൊരു ശാസ്ത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഉണ്ടായിട്ടും കാര്യമില്ല. കാരണം ഈ പറയുന്നത് 100% സയൻസാണ്. ഇതിനപ്പുറം ഒരു പുതിയ തിയറി ഇനി ആർക്കും ഉണ്ടാക്കാൻ സാധ്യമല്ല. ശരിയല്ലത്. മനുഷ്യനെ ധീരനാക്കുന്ന, മനുഷ്യനെ എന്നും സുഖത്തിൽ ജീവിക്കാൻ അനുഗ്രഹിക്കുന്ന, എന്നും നമ്മുടെ ജീവിതം ധന്യമാക്കുന്ന ഒരു ഗംഭീര ശാസ്ത്രമാണ് ഈ ഭാഗവതവും ഗീതയും. പക്ഷേ എത്ര പേരിത് മനസ്സിലാക്കണം? അതുകൊണ്ടുണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കും തോറും പ്രശ്നങ്ങളൊക്കെ അവിടെ കിടക്കും. പക്ഷേ അതിലൊന്നും നിങ്ങൾ അല്പം പോലും തളരുകയില്ല. ഭാഗവതത്തിൽ കൃഷ്ണൻ ഒരു കഥ പറയും, ഒരു രസകരമായ കഥ. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ വരുന്ന ശ്ലോകമാണ്, 36 തോന്നുന്നു. അവിടെ പറയും, ഗാം ദുഗ്ധദോഹാമസതിം ച ഭാര്യം ദേഹം പരാധീനമസത്പ്രദം ച വിത്തം തദർത്തീകൃതമംഗവാചം ഹീനാമയാ രക്ഷതി ദുഃഖദുഃഖി എന്നൊരു ശ്ലോകമുണ്ട് ഏകാദശ സ്കന്ധത്തിൽ. ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ 10ാം അധ്യായത്തിൽ 32 കറക്റ്റ്, എക്സാക്ട്ലി റൈറ്റ്. അപ്പൊ ഇങ്ങനെയൊരു ശ്ലോകമുണ്ട്, ഗാം ദുഗ്ധദോഹാം അസതിം ച ഭാര്യം. ഒരാളുടെ ജീവിതഗതി പറയാണ്, വീട്ടിലൊരു പശു വളർത്തുന്നുണ്ട്, അത് കറവ് പറ്റിയിട്ടുണ്ട്, അറവിന് കൊടുക്കാൻ തോന്നില്ല അയാൾക്ക്. നമ്മളാണെങ്കിൽ കറവ് പറ്റിയ വേഗം അവർക്കാ കൊടുത്തേക്കുക, ഇയാൾക്ക് ആ മനസ്സ് തോന്നുന്നില്ല. എന്നാ ഒരു ഭാര്യയുണ്ട്, അസത്ത് എന്ന് പറഞ്ഞാൽ ഉള്ള സമ്പത്തൊക്കെ എടുത്തിട്ട് സ്വന്തം വീട്ടിലേക്കാണ് വിടുന്നത്. അങ്ങനെയുള്ള ഒരു ഭാര്യയുണ്ട്. അസത് പ്രജാം, ഇനി മക്കളും അതിലേറെ അസത്തുക്കളും. പാവത്തിൻ്റെ ശരീരമാണെങ്കിലോ ദേഹം പരാധീനം, ഉള്ള ഇല്ലാത്ത അസുഖങ്ങളില്ല. BP ഉണ്ട്, ഷുഗർ ഉണ്ട്, പിന്നെ എല്ലാം ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇനി ആവാനൊന്നുമില്ല. ഇതൊക്കെ കൂടി ചേർന്നൊരു ശരീരം. എങ്ങനെ ഉണ്ടാവും അയാളുടെ ജീവിതം? നന്നായിരിക്കില്ലേ? വിത്തം ത്വതിർത്തീകൃതം, വിത്തം പണമാണെങ്കിൽ ബാങ്കിൽ ഇട്ടതൊക്കെ അത് ബാങ്ക് കേസിൽ പെട്ടതുകൊണ്ട് എടുക്കാനും പറ്റണില്ല. പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അതൊന്നും എടുക്കാനും പറ്റണില്ല. കുരുങ്ങിപ്പോകുന്ന ആൾക്കാരില്ലേ ഓരോന്നിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. പറയുന്നു, എല്ലാം കൊണ്ടും അയാളുടെ ഒരു പാമ്പ് കടിച്ചവനെ, എന്താ പറയുക, ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചൊരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒന്നിൻ്റെ മേലെ ഓരോരോ വിപത്തുക്കൾ. എന്നാൽ ഈ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജീവിതമോ പറയാണ്, ഹീസ് ദുഃഖദുഃഖി. ദുഃഖദുഃഖി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ അർത്ഥം എന്താ വരിക? ഒരു ദുഃഖത്തിൽ നിന്നും വേറെ ദുഃഖത്തിൽ. പക്ഷെ ഭഗവാൻ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖം പോലെയല്ല. അതെന്താണ് അദ്ദേഹത്തിൻ്റെ ദുഃഖം? അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ ദുഃഖിക്കുകയാണത്രേ. ഇത്രയൊക്കെ ദുഃഖം കൊടുത്തിട്ടും ഈ മനുഷ്യൻ എന്താ ദുഃഖിക്കാത്തത് എന്നാണ് മനസ്സിലായില്ല. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടും എന്തേ ഈ മനുഷ്യൻ, നമ്മൾ പറയല്ലേ, ആകെ കുലുങ്ങിയാലും അവനൊരു കുലുക്കവും ഇല്ലാത്തൊരു മനുഷ്യൻ. ഇതേപോലെ ഈ മനുഷ്യൻ എന്താ ദുഃഖിക്കാത്തത്? ഭഗവാൻ പറയുന്നു, എല്ലാം വിപരീതമാണെങ്കിലും ഒന്ന് അയാൾ മാറ്റിയിട്ടുണ്ട്. അതെന്താണ്? വാചമയ, അയാളുടെ മനസ്സിനെ അയാൾ എന്നിലേക്ക് തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ നോക്കൂ, കളി മുഴുവൻ മനസ്സിലാണ്. അപ്പൊ മനസ്സിനെ പ്രശ്നങ്ങളിൽ ഒട്ടിപ്പിടിക്കാൻ അനുവദിക്കാതെ, മനസ്സിനെ ഒരു പ്രശ്നത്തിലും കുരുങ്ങിക്കിടക്കാൻ അനുവദിക്കാതെ, ആ മനസ്സിനെ പരമാത്മാവിലേക്ക് ആകർഷിപ്പിച്ചുകൊണ്ട് ഏത് ദുഃഖത്തിൽ നിന്നും പുറത്തു കടക്കാൻ വഴി കണ്ടെത്തിയ ധീരനായ അദ്ദേഹത്തിനെ തളർത്താൻ ഒരു ദുഃഖത്തിനും സാധിക്കുന്നില്ലല്ലോ എന്ന് ദുഃഖങ്ങൾ, അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ ദുഃഖിക്കുന്നു. നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ അങ്ങനെ ദുഃഖിക്കുമോ? ഞാൻ ഇത്രയൊക്കെ ദുഃഖം കൊടുത്തിട്ട് ഈ മനുഷ്യൻ ദുഃഖിക്കുന്നില്ലല്ലോ.
നമുക്ക് ദുഃഖം അടുത്തു കൂടെ പോയാൽ മതി, നമ്മുടെ ബോധം പോയി. ചിലരെ വിഷമം വന്നാൽ തൊട്ടാവാടിയേക്കാളും കഷ്ടം. തൊട്ടാവാടിയെ തൊട്ടാലേ തൊടുള്ളൂ, അത് പാടുള്ളൂ. ചിലരെ തൊടേണ്ട കാര്യമില്ല, അടുത്തു കൂടെ പോയാൽ മതി, ഇതാ കടന്നു. ചിലർക്ക് ഇങ്ങനെയൊക്കെയാണ്. ഒരാൾ രാവിലെ തന്നെ ഒരു കാരണവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി, ഒരു വയസ്സായൊരു സ്ത്രീ പാവം ഭക്ഷണം കഴിച്ചിട്ടേ കുറെ ദിവസമായി തോന്നുന്നു, ഒരു ഭാണ്ഡവുമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഈ കാരണവർ വീട്ടിലേക്ക് നോക്കിയിട്ട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഉണ്ണീ കുറച്ച് വെള്ളം കൊണ്ടുപോവാ. അന്നൊക്കെ മോന്തയിൽ വെള്ളം, മോന്തയല്ലല്ലോ, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു മോന്തയിൽ വെള്ളം എടുത്തു കൊണ്ടുപോകുന്നു. ഈ കാരണവര് ആ വെള്ളം വാങ്ങിച്ചിട്ട് ഈ ഉണ്ണി കരുതി പാവം ഈ സ്ത്രീക്ക് കൊടുക്കാനാണ്. ഈ കാരണവര് ആ വെള്ളം വാങ്ങി സ്വന്തം വായിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് കള കുടിച്ചിട്ട് പറഞ്ഞു. കുടിച്ചിട്ട് ആ ഉണ്ണിക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ ഓരോ കാഴ്ച കണ്ട അപ്പം വെള്ളം കുടിക്കാൻ തോന്നും, കൊണ്ടുവച്ചോളൂ കേട്ടോ. വെള്ളം കൊടുക്കാനല്ല തോന്നിയത്, വെള്ളം കുടിക്കാൻ. ഇങ്ങനത്തെ മഹാദ്രോഹികളുണ്ട് ലോകത്തിൽ. അപ്പോ പറഞ്ഞു വരുന്നത്, ഓരോരോ പ്രശ്നങ്ങൾ അടുത്തു കൂടെ പോകുമ്പോഴേക്കും ചിലർക്ക് വെള്ളം കുടിക്കാൻ തോന്നുന്നു. വെള്ളം കൊടുക്കാനല്ല തോന്നുന്നത്, വെള്ളം കുടിക്കാൻ തോന്നുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആസ്വദിക്കണമോ സന്തോഷിക്കണമോ എങ്കിൽ നിങ്ങൾക്കൊരു കീ തന്നിട്ടുണ്ട് മനസ്സിൻ്റെ മുകളിൽ. അപ്പം നിങ്ങൾക്ക് 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് ഓർത്ത് വെക്കണേ. ഒന്നാമത്തത് ജ്ഞാനം എന്ന് പറയും. ഭാഗവതം ഇതിനു വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. എന്തിനാണ് ഭാഗവതം രചിച്ചത് എന്ന് ചോദിച്ചാൽ പറയും, ഭക്തിജ്ഞാന വിരാഗാണം സ്ഥാപനായ പ്രകാശിതം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഒരാൾക്കുണ്ടാവാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഭാഗവതം എന്നുള്ളത്. അപ്പോൾ ഈ ഭാഗവതത്തെ ഭക്തിജ്ഞാന വൈരാഗ്യ ശാസ്ത്രമായിട്ടാണ് പറയുന്നത്. കഥകൾ പറയാനല്ല ഭാഗവതം രചിച്ചിരിക്കുന്നത്. പലരും അങ്ങനെയാണ് സപ്താഹത്തെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് യങ് ജനറേഷൻ ഭാഗവതത്തിന് വിട്ടുപോയത്. നമുക്കിനി അത് മാറ്റിയെടുക്കണം. അത് ഒരു വലിയൊരു പരിവർത്തനം ഭാഗവതത്തിൽ ഉണ്ടാക്കണം. അതിനെ ഒരു കാലഘട്ടത്തിൻ്റെ ശാസ്ത്രമാക്കി മാറ്റണം. അതിനെ മനുഷ്യ മനസ്സിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വഴി കാണിക്കുന്ന അത്ഭുതമായ ഒരു ശാസ്ത്രമാക്കി മാറ്റണം നമ്മൾ. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അതൊരു, ഞാൻ പറയുമ്പോൾ ഭാഗവതം ഇസ് എ മെൻ്റൽ മെഡിസിൻ എന്നാണ് എന്നെ സംബന്ധിച്ചത്. വെറുതെ ഒരു മനസ്സിൻ്റെ മെഡിസിനാണ്. മറ്റുള്ള രോഗം വരുമ്പോൾ നമ്മൾ മെഡിസിൻ കഴിക്കുന്ന പോലെ ഭാഗവതവും ഒരു മെൻ്റൽ മെഡിസിനാണ്, മൈൻഡിൻ്റെ ഒരു മെഡിസിനാണ്. മൈൻഡിനെ കുറിച്ചാണത് പറഞ്ഞത്. പക്ഷെ ഭൂരിപക്ഷം ആളുകളും ഭാഗവതത്തെ കാണുന്നത് കൃഷ്ണൻ്റെ കഥകളോ രാമൻ്റെ കഥകളോ കുറേ അവതാര കഥകളോ. എന്നാൽ ഭാഗവതത്തിലാണെങ്കിൽ നോക്കണേ, നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ ദശാവതാര ചിത്രങ്ങളൊക്കെ പലരും വെച്ചിട്ടുണ്ടാവും. ദശാവതാര വിളക്കുണ്ട്, ദശാവതാര മുണ്ടുണ്ട്, ദശാവതാരം അഷ്ടപതി തുടങ്ങുന്നത് തന്നെ ദശാവതാരത്തിനെ വർണ്ണിച്ചുകൊണ്ടാണ്. പലരും കരുതിയിരിക്കുന്നത് ഭാഗവതം എന്ന് പറയുന്നത് ദശാവതാര കഥകൾ പറയുന്നു എന്നാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് ഭാഗവതം, നമ്മളതല്ലേ നമുക്കില്ലാത്തത്, വായിച്ചാലേ അപകടമാണ്. ഒന്നാമത് സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്, അതാ ഒരൊട്ടും അറിയില്ല. പിന്നെ ശ്രദ്ധിച്ച് വായിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. എല്ലാവരും പറഞ്ഞ ഭാഗവതം വായിക്കാൻ. അതിങ്ങനെ തത്തമ്മയെ പൂച്ച മറ്റേ ലോക്കൽ ട്രെയിൻ പോകുന്നതിനേക്കാളും എക്സ്പ്രസ് പോകുന്നതിനേക്കാളും വേഗത്തിലാണ് വായിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ആ സംസ്കാരങ്ങളൊക്കെ ഇനി തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കണം. ഭാഗവതം വായിക്കുന്നൊക്കെ ഒരു സംസ്കാരം. എത്ര പേര് ഭാഗവതം വായിക്കാറുണ്ട്? നന്നായത്. ഉറക്കത്തിലല്ലല്ലോ, അല്ല അങ്ങനെ അറിഞ്ഞിരിക്കണല്ലോ. എന്നാലും ബോധപൂർവം വായിക്കാൻ പറ്റില്ല. സ്വാമി ഞാൻ ഉറക്കത്തിൽ വായിക്കാറുണ്ട്. ഞാനൊരു വീട്ടിൽ ചെന്ന സമയത്തുണ്ടല്ലോ, അവർ ഭാഗവതം റെക്കോർഡ് ചെയ്ത് കിട്ടില്ലോ. ഇപ്പം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിവസം വായിക്കും സ്വാമി. ആര് വായിക്കും? CD പ്ലെയർ. ഈ ആശാനോ കൂർക്കം വലിച്ച് സോഫയിൽ കിടന്നുറങ്ങി. എന്ത് കാര്യമുണ്ട്? അപ്പോൾ ഈ ഭാഗവതം ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര അവതാരങ്ങൾ ഭാഗവതത്തിൽ പറയുന്നത്. അവതാരാഹി അസംഖ്യേയ. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ 3ാം അധ്യായത്തിൽ 24-ാം ശ്ലോകമാണ് ഈ പറയുന്നത്. അവതാരാഹി അസംഖ്യേയ ഹരേ സത്വനിധേ ദ്വിജാം യഥാ വിദാസിനക്കുല്യ സരസ്സ്യൂ സഹസ്രശാം. അവതാരാഹി അസംഖ്യ.
അവതാരങ്ങൾ എത്രണ്ണം? ഇഷ്ടമാതിയിട്ട്. ആരൊക്കെയാണ് അവതാരങ്ങൾ? ഋഷയോ മനവോ ദേവാ മനുപുത്ര മഹോജസാം ഹരോ സർവേ കലേരേവ സപ്രജാപതയസ്തത. അവതാരങ്ങളെല്ലാം ഉണ്ട്. ആരൊക്കെയാണ്? ഇവിടെ ജീവിച്ചിരിക്കുന്നവരടക്കം ആരാണ്? അവതാരങ്ങളാണ്. അത് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ വരുമ്പോൾ നമ്മൾ പറയുന്നത് അവതരിച്ചിരിക്കുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? കുറെ ദിവസമായി ഈ അവതാരത്തിനെ കണ്ടിട്ട് ഇന്നെന്താവോ അവതരിച്ചിരിക്കുന്നത്. ചിലരെ കണ്ടു കഴിഞ്ഞാൽ അവതാരം തന്നെ പോലെ തോന്നും. അത് അമ്മായിയമ്മയെ മിക്കവാറും പറയാം. മരുമകൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ മുകളിൽ നിന്ന് ഓ അവൾ അവതരിച്ചിരിക്കുന്നു എന്ന്. അത് മിക്കവാറും മരുമകൾ അവതരിക്കുക രാവിലെ ഒരു 9 മണി 8 മണിക്ക്. എന്തേ അവതാരം കുറച്ച് മുമ്പായി എന്നുള്ളത് നേരത്തെ എണീറ്റ് വന്നാൽ. സാധാരണ വീടുകളൊക്കെ പറയുന്ന ഡയലോഗ് അതൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കരുതിയ ദശാവതാരമൊന്നുമല്ല ഭാഗവതത്തിന് പറയാൻ. ഇനി അവതാരം തന്നെ നോക്കൂ, നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യം നമ്മൾ കേട്ടിരിക്കുന്നതൊക്കെ മത്സ്യം, കൂർമ്മം, വരാഹം എന്നൊക്കെയാണ്. ഭാഗവതത്തിൽ ആദ്യം വരുന്നത് വരാഹാണ്. മത്സ്യം 8ാമത്തെ സ്കന്ധത്തിൽ അവസാനമാണ് വരുന്നത്. അതായത് വാമനാവതാരവും അതുപോലെ തന്നെ അതിനു മുമ്പ് കൂർമാവതാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന അവതാരമാണ് പരശുരാമാവതാരം. ഇനി ദശാവതാരത്തിൽ വരാത്ത കപിലാവതാരത്തിന് ഈ അവതാരങ്ങളെക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഭാഗവതം കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ദശാവതാരത്തിൽ കപിലാവതാരം ഇല്ല. ഋഷഭാവതാരം വരുന്നുണ്ട്, ഇന്ന് വരും ആ അവതാരം. അപ്പോൾ എന്ന് പറഞ്ഞാൽ നാം കേട്ടിരിക്കുന്നതല്ല വാസ്തവത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനെ ഒരു പരിവർത്തനം വരുത്തിയെടുക്കണം, ആളുകളിലേക്ക് കൊണ്ടുവരണം. ഇപ്പം ഞാനും നിങ്ങളൊക്കെ അതിന് കൂട്ടായ ഒരു പരിശ്രമം വേണം. കാരണം ഈ അറിവൊന്നും നമ്മുടെ കുട്ടികൾക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അവർക്കതൊക്കെ ഇത് കിട്ടണം. എങ്കിലേ അവരുടെ ജീവിത ദുഃഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കരുതുന്നത് എന്താ അറിയോ? ഒരമ്പലത്തിൽ പോയി വഴിപാടുകൾ ചെയ്തു, ദൈവമൊക്കെ അനുകൂലമാക്കി തരും. അവരങ്ങനെ 3 വിഡ്ഢിത്തം ഉറച്ചിരിക്കുകയാണ്. അമ്പലത്തിൽ ഒരു ദൈവം ഉണ്ടെന്നും ആ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നും എല്ലാം അനുകൂലമായി ചെയ്യുമെന്നൊക്കെ അവർ കരുതുമ്പോൾ, നാളെ പ്രതികൂലമായി വന്നാൽ മാനസികമായി അവർ തളരുമ്പോൾ ഒരു ദൈവവും അവരെ രക്ഷിക്കാൻ ഉണ്ടാവില്ല. ക്ലിയറാണോ ഞാൻ പറയുന്നത്? ഇപ്പം ഈ അന്ധവിശ്വാസത്തിൽ നിന്ന് ഉയർത്തേണ്ടതില്ലേ? ഉണ്ടോ ഇല്ലയോ? നമ്മുടെ ഋഷിമാര് പറഞ്ഞിട്ടില്ലേ അമ്പലത്തിലൊരു ദൈവം നമ്മളെ രക്ഷിക്കുന്നു. അമ്പലം വെച്ചിരിക്കുന്നത് ദൈവം നമ്മളെ രക്ഷിക്കാനല്ല, നാം ദൈവീകതയിലേക്ക് ഉയരാനുള്ളൊരു കേന്ദ്രമാണ് അമ്പലം. അതുകൊണ്ടത് ധ്യാനക്ഷേത്രമാണ്, ജ്ഞാനക്ഷേത്രമാണ്. അത് മറക്കരുത് നിങ്ങൾ. അല്ലാതെ അത് പ്രാർത്ഥനാക്ഷേത്രമല്ല. ഈ പ്രാർത്ഥനയായത് 2000 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. ഈ ക്രിസ്ത്യൻ കൾച്ചർ ഇവിടെ ഡോമിനേറ്റ് ചെയ്തപ്പോഴാണ് ധ്യാനക്ഷേത്രത്തെ നമ്മളൊരു പ്രാർത്ഥനാക്ഷേത്രമാക്കിയത്. പ്രാർത്ഥന കൂടിയപ്പോഴാണ് വഴിപാടുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് നിങ്ങൾ ഈ പൂജ ചെയ്താൽ ദൈവം ഈ അനുഗ്രഹം തരും, ഈ പൂജ ചെയ്താൽ 50 രൂപയുടെ പാൽപ്പായസം വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ 1 വിരലുകൊണ്ട് അനുഗ്രഹിക്കും, 100 രൂപയാണെങ്കിൽ 3 വിരലുകൊണ്ട് അനുഗ്രഹിക്കും, 10,000 രൂപയാണെങ്കിൽ 10 വിരലുകൊണ്ട് അനുഗ്രഹിക്കും. പാൽപ്പായസം കൊണ്ട് പ്രീതിപ്പെടുന്നവനാണ് ഗുരുവായൂരപ്പനെങ്കിൽ ഏറ്റവും വലിയ പാൽപ്പായസം വഴിപാട് ചെയ്യുന്ന ആളെയാണ് ഗുരുവായൂരപ്പൻ. നിങ്ങൾ അമ്പലത്തിൽ പോകുന്നു, 100 രൂപയുടെ പാൽപ്പായസമാണ് വഴിപാട് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത ആൾ 10,000 രൂപയുടെ പാൽപ്പായസമാണ് വഴിപാട് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ 100 രൂപ പോയി കിട്ടിയില്ലേ? അപ്പം നിങ്ങൾ എന്താ പാൽപ്പായസം വഴിപാട് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക, ഒരു ദ്രോഹികളും കൂടുതലൊന്നും വെക്കല്ലേ, ഒരു ദ്രോഹികളൊന്നും കൂടുതൽ വെക്കല്ലേ. ഈ മലബാർ ദേവസ്വം, നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു നിയമം കൊണ്ടുവന്നു. ഞാൻ ആ സമയത്ത് ഗുരുവായൂരിലുള്ള സമയത്തായിരുന്നു. അപ്പോൾ അവിടുത്തെ പൂജ ചെയ്യുന്ന ഒരാൾ അവിടെ വന്നപ്പോൾ, തമാശയാണ് കേട്ടോ, കാര്യമായിട്ട് പറയണതല്ല. അപ്പോൾ ഇദ്ദേഹം പറയാണ്, എൻ്റെ സ്വാമി ഞങ്ങളെ ജീവിക്കാൻ നിങ്ങളും അനുവദിക്കില്ല, ദേവസ്വം ബോർഡുകാരും സമ്മതിക്കില്ല. ഞാൻ തമാശയായിട്ട് പറയാം. അദ്ദേഹം ചോദിച്ചു എന്ത് പറ്റിയെന്നാണ്. അപ്പം അദ്ദേഹം പറയണം, ദേവസ്വം പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ നിയമം വെച്ചാൽ, സോപാനപ്പടിയിൽ വെക്കുന്ന കാശ് ദേവസ്വത്തിനാണ്. അതിനി തിരുമേനി എടുക്കാൻ പാടില്ല, പൂജ ചെയ്യുന്ന ആളെടുക്കാൻ പാടില്ല. അപ്പോൾ ഈ പാവം തിരുമേനി പ്രസാദം ഇലയിലാക്കി കൊണ്ടുവരുന്ന സമയത്ത് ഈ പ്രസാദം വാങ്ങിക്കുന്ന ആൾ കയ്യിലൊരു 500 രൂപ നോട്ട് വെച്ച് ഇത് പ്രസാദം കൊടുത്തിട്ടില്ല ഇങ്ങോട്ട് മേടിക്കേണ്ടത്. അപ്പോൾ സാധാരണ എല്ലാവരും അത് സോപാനപ്പടിയിലാണ് വെക്കുക. ഈ പൈസ എങ്ങാനും സോപാനപ്പടിയിൽ വെക്കുന്ന സമയത്ത് അദ്ദേഹം എന്താ പറയുക, ദ്രോഹി വെക്കല്ലേ, വെച്ചാൽ സർക്കാരിന്
എനിക്ക് കിട്ടിയാലേ എനിക്കുണ്ടാവുള്ളൂ. വെക്കല്ലേ ദ്രോഹി, താഴെ വെച്ചാ പോയി. മനസ്സിലാക്കൂ നിങ്ങൾ. അല്ല, അവരത് ചിന്തിക്കില്ലേ, ദ്രോഹി എന്ന് അവർ പറയില്ല. എന്നാലും നോക്കൂ നിങ്ങൾ, പോയി എന്നുള്ളൊരു ചിന്തനം പൈസയ്ക്ക് മോഹിക്കുന്ന ഒരാൾക്ക് അതുണ്ടാവും. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിനോട്, സോപാനപ്പടിയിൽ എണ്ണ ഒഴിച്ചു വെച്ചാൽ മതി. അപ്പം പിന്നെ ആരും അവിടെ പൈസ വെക്കില്ലല്ലോ. അയാൾ എന്നെ തൊഴുതിട്ട് പറഞ്ഞു, സ്വാമിക്ക് ഭയങ്കര ഐഡിയ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ പുതിയൊരു ടെക്നിക്ക് കണ്ടെത്തുക. അതെന്താണത്? പ്രസാദം കക്ഷത്ത് വെച്ച് ആദ്യം നിന്ന് മേടിക്കുക, എന്നിട്ട് അത് മേടിച്ചിട്ട് ഇതിൽ കൊടുക്കുക. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കരുത് എന്നുള്ളത്. അല്ല, ഗവൺമെൻറ് പുതിയ ടെക്നിക്ക് കണ്ടെത്തുമ്പോൾ അവർക്ക് നിയമങ്ങൾക്കൊക്കെ ലൂപ്പ് ഹോൾ കണ്ടെത്താന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ അല്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള വഴികളുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുതിയ ടെക്നിക്ക് കണ്ടെത്തിക്കൂടാ? അവ പറഞ്ഞു വരുന്നത്, ഒരു തരത്തിലും വേറൊരാൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ദൈവം എന്ന് പറയുന്നത് പുറമേ ഉള്ളൊരു വ്യക്തിയായി മാറിയത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണകളൊക്കെ. നാരായണീയൊക്കെ പഠിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് അല്പമൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ, നാരായണീയത്തിൽ 98-ാം ദശകത്തിൽ 3-ാമത്തെ ശ്ലോകത്തിൽ പറയും, നോ തിര്യം ചം നമർത്യം ന സുരമസുരം ന സ്ത്രിയം ന പുമംസം നോ ദ്രവ്യം കർമ്മജാതിം ഗുണമഭി സദസൽവാപിതേ രൂപമാവോ ശിഷ്ടം യസ്യാ നിഷേധേ നിഗമശതൈ ലക്ഷണാവൃത്തിതസ്ഥൽ കൃശ്ചേണ വിദ്യമാനം പരമസുഖമയം ആദി തസ്മൈ നമസ്തേ. നോ തിര്യഞ്ചം ന മർത്യം ന സുരം ന അസുരം ന ദ്രവ്യം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ വിഗ്രഹം എന്നാണ് അർത്ഥം. ദ്രവ്യം ഒരു വിഗ്രഹമല്ല ദൈവം. അങ്ങനെയൊന്നും എടുക്കരുത് നിങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കാണുന്ന രൂപങ്ങളൊക്കെ ഗുരുക്കന്മാരും ദൈവം എന്നത് പരമാത്മാവുമായി നിങ്ങൾ കാണാൻ പഠിക്കണം. അപ്പോൾ നമ്മുടെ മെയിൻ വിഷയം വിട്ടു പോകണ്ട. ഭാഗവതത്തിലൂടെ നേടേണ്ടത് 3 കാര്യങ്ങളാണ്. 1 ജ്ഞാനം, 2 ജ്ഞാനം, വൈരാഗ്യം, ഭക്തി. പക്ഷെ ഭാഗവതം അത് തുടങ്ങുന്ന പറയുന്നത് ഭക്തി, ജ്ഞാനം, വൈരാഗ്യം. ശരിക്കും പറയേണ്ടത് ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്നാണ്. നോക്കൂ നിങ്ങൾ, ജ്ഞാനം എന്നതിന് അർത്ഥം സെൽഫ് നോളജ് എന്നാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സെൽഫ് നോളജ്. സെൽഫ് നോളജ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം തന്നെക്കുറിച്ചുള്ള തിരിച്ചറിവ്. എന്താണത്? ഞാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദി മൈൻഡ് ആൻഡ് ദ ബോഡി. ഞാൻ എന്ന് പറയുന്നത് ശരീരം, മനസ്സ് എന്നല്ല, മനസ്സും ശരീരവും. നിങ്ങൾ രാവിലെ ഉണരുമ്പോൾ മാനസികമായി ഉണർന്നതിന് ശേഷമാണ് ഏതിനെക്കുറിച്ചുള്ള ബോധം. അപ്പം നിങ്ങൾ ബാത്റൂമിൽ പോകുന്നു, കുളിക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ ഈ ശരീരത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നത് ആരാണ്? ഇപ്പം നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട് 9:30 സ്വാമി നിർത്തു, കഴിക്കണം, ഇഡ്ഡലി അവിടെ തണുത്തു പോകണു. ഇപ്പം ഇതൊക്കെ ഇങ്ങനെ മനസ്സാ പറയണത്, ശരീരമല്ല പറയണത്. ആണോ അല്ലയോ? ഞാനൊരിക്കലും ഇങ്ങനെ നിർത്താൻ കുറേ വൈകിപ്പോയി, 10:30 വരെ പോയി. ഞാനും അറിഞ്ഞില്ല സമയം ഒരു സ്ഥലത്ത്. അപ്പോൾ ആരോ പറയാണ്, സ്വാമി വല്ലതും തട്ടിയിട്ട് വന്നിട്ടുണ്ടാ വാദ്യെന്ന്. കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ കാണിക്കണോണ്ട് അവർക്ക് തെറ്റിദ്ധാരണ, ഞാനെന്തോ ഇഡ്ഡലിയോ സാമ്പാറൊക്കെ കഴിച്ചിട്ട് വരും. അപ്പോൾ പറഞ്ഞു വരുന്നത്, ജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം എന്ന് പറയുന്നത് നിരീക്ഷകനും, മറന്നു, നിരീക്ഷകനും നിരീക്ഷിക്കപ്പെടുന്നൊരു ശരീരവും കൂടിച്ചേർന്നവരാണ്. ഇത് രണ്ടും രണ്ടാണ്. ഈ ജ്ഞാനം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് അതിൻ്റെ കൂടെ പഠിക്കണം പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രശ്നങ്ങളല്ല, പ്രശ്നങ്ങളിൽ പോയി ഒട്ടിപ്പിടിക്കുന്ന മനസ്സാണ്. അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് അതിൽ നിന്നും മനസ്സിനെ വേർപ്പെടുത്തലാണ്. അപ്പം എങ്ങനെ വേർപ്പെടുത്താം? അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ ആകർഷണം എന്നർത്ഥം. ഏതാകർഷണം? പരമാത്മാവിലേക്കുള്ള ആകർഷണം. അതാണ് ഭക്തി. ഭക്തി തു പരമപ്രേമെന്ന് നാരദര് പറയും. പ്രേമമാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ ആകർഷണം. ഒരാളോട് ആകർഷണം, പ്രേമം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ പ്രേമം എന്ന് പറഞ്ഞാൽ? ആ വ്യക്തിയോടൊരു ആകർഷണം. ഇവിടെ പരമാത്മാവിലേക്കുള്ള ആകർഷണമാണ് ഭക്തി.
അപ്പോൾ ദിവസവും നിങ്ങൾ, ഇവിടെ ഭക്തി എന്ന് പറഞ്ഞാൽ ധ്യാനം എന്നർത്ഥം. അപ്പോൾ ദിവസവും നിങ്ങൾ ധ്യാനം ചെയ്യും തോറും നിങ്ങളുടെ മനസ്സ് ആരിലേക്ക് ആകർഷിക്കും? പരമാത്മാവിലേക്ക്. പരമാത്മാവിലേക്ക് ആകർഷിക്കും തോറും വൈരാഗ്യം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഡിറ്റാച്ച്മെൻ്റ് എന്നർത്ഥം, വിയോഗം എന്നർത്ഥം. നമുക്ക് ദുഃഖത്തിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും മനസ്സിനെ അതിൽ നിന്നും അടർത്തിക്കൊണ്ടുവരാൻ പറ്റും. ശരിയല്ലത്? ജ്ഞാനം, ഭക്തി, വൈരാഗ്യം, ഈ മൂന്നും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയാൽ ഈ ജീവിതത്തിൽ നിങ്ങളെ തളർത്താൻ ഒരു വിധിക്കോ ഒരു പ്രാരബ്ധത്തിനോ ഒരു വിഷമങ്ങൾക്കോ സാധ്യമല്ല. നിങ്ങൾ പഠിക്കും, അനുഭവങ്ങളല്ല തളർത്തുന്നത്, അനുഭവങ്ങളിൽ ഒട്ടിപ്പിടിക്കുന്ന മനസ്സാണ്. അപ്പം നിങ്ങൾക്ക് അന്ന് കൃഷ്ണൻ്റെ വാക്കുകൾ മനസ്സിലാവും. മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തേ. ഇതൊക്കെ പഠിച്ചു വയ്ക്കൂ. ദിസ് ഇസ് ദ ട്രൂത്ത്. ഇതാണ് ലൈഫ്. ഇതൊക്കെയാണ് ഭാഗവതം പഠിപ്പിച്ചു തരുന്നെങ്കിൽ നോക്കൂ, ഇതൊക്കെ കുട്ടിക്കാലത്തെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഷനും നിങ്ങളുടെ തലയിൽ കയറില്ല. ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വലിച്ചെടുത്ത് ഉള്ള ഡിപ്രഷനും കയറി എന്നും ടാബ്ലറ്റും കഴിച്ച്, മനസ്സിലായില്ലേ? ചാവാൻ നേരത്ത് ഭാഗവതം കേട്ടിട്ട് എന്ത് കാര്യം? കുഴിയിലേക്ക് നീട്ടിരിക്കുന്ന സമയത്ത് സച്ചിദാനന്ദ രൂപായ വിശ്വോൽപത്തിയാദിഹേതവേ, എന്ത് താപത്രയം! മനസ്സിലായില്ലേ? ആ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മാറണം. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഒരു 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് ഉത്തരവാദിത്വം, സ്വയം ഉയരണം. ഈ പറഞ്ഞ് കേട്ടതിനെ മറ്റൊരാൾക്ക് പങ്കുവെക്കാൻ പറ്റും. ഇതന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയാൽ ഒരു പരിവർത്തനം നമുക്കിവിടെ ഉണ്ടാക്കി.